നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീനെന്ന്. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് അന്യഭാഷയിൽ സ്തോത്രം ചെല്ലുന്നു പ്രാർത്ഥിച്ചാണ്. കർത്താവിൻ്റെ ദാസനെയും ശുശ്രൂഷകളെ ഓർക്കാം, അവരുടെ കുടുംബത്തെ ഓർക്കാം. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടെല്ലാം ദൈവം പറഞ്ഞിട്ടുള്ള വിവിധ തരത്തിലുള്ള വാഗ്ദത്തങ്ങളുണ്ട്. നമ്മുടെ തലമുറകളെക്കുറിച്ച്, നമ്മളെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, ആത്മീയ ഭൗതിക വിഷയങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ദൈവിക വാഗ്ദത്തങ്ങളുടെ നിറവേറൽ 2026 ആഴമായി നിറവേറേണ്ടതിന് ആത്മാവിൽ അന്യഭാഷയിലൊന്ന് സ്തോത്രം പറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിച്ച ടടകെട്ടി കലക്കല കന്തൽ കരാഗി കമലജാന ജൂഡമാന ദേഹരംബ രഗനിവൈഡം വൈഡവേഷം ഇക്ഷരന്തം അർത്ഥരക്കച്ചം അട്ടിക്കമ്പാലം ദേലകമ്പരം ധനാജഘട്ടം മിരമ്പുരാതി കോലംപുരുമി ആടമച്ചട്ടി അത്തിവിരാജകം വെല്ലവളിച്ച് വിദേകടം പദകക്ഷേമാജം അസ്കർമചാരം ആരഞ്ചരാ രക്ഷകസ്യാദനാദി. നാം ഒരുമിച്ച് ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ആലീസ് രാജു ആൻറ്റി ശബ്ദമുയർത്തി ആമേ കർത്താവിൻ്റെ ദാസനെ, കുടുംബത്തെ, ശുശ്രൂഷകളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മോടെല്ലാം പറഞ്ഞ വാഗ്ദത്തങ്ങൾ ആമേ സ്തോത്രം സ്തോത്രം. ഭവനം സംബന്ധിച്ച്, വാഹനം സംബന്ധിച്ച്, യാത്രകൾ സംബന്ധിച്ച്, ശുശ്രൂഷകൾ സംബന്ധിച്ച്, തലമുറകൾ സംബന്ധിച്ച് ആമേ വിവിധ നിലകളിൽ ആമേ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. ഒറ്റയ്ക്ക് വിശ്വാസം വന്നവര് ഇതിനകത്തുണ്ട്. ഭർത്താക്കന്മാർ മാനസാന്തരപ്പെടേണ്ടവരുണ്ട്. സ്തോത്രം. അങ്ങനെ ഏതൊക്കെ നിലകളിലാണ് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള വാഗ്ദത്തം തന്നെയാണ്. അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കാം. ഭാവിപരമായ ക്രമീകരണങ്ങൾ നടക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. സ്തോത്രം. ജോലി നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളുണ്ട്. അന്യരാജ്യത്ത് പാർപ്പിക്കാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞ എല്ലാ വാഗ്ദത്തങ്ങളും അതിൻ്റെ ക്രമത്തിൽ ആഴത്തിൽ നിറവേറി വരേണ്ടതിനായി നമുക്ക് ചേർന്ന് സ്തോത്രം 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 പ്രാർത്ഥിക്കും. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തോത്രം. മഹാപരിശുദ്ധനും നിത്യനുമായി ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ മീറ്റിങ്ങിനെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. ദൈവാസനും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദാസനെ ഒരുക്കിയനായി സ്തോത്ര. ആത്മാവിന്റെ ശക്തിയോടെ മുന്നോട്ട് പോകുവാൻ സഹായിക്കണമേ. കർത്താവിന്റെ കൃപയും സാന്ത്യം കൂടിയിരിക്കണമേ. ആരോഗ്യവും ബലവും കൃപയും ശക്തിയും നൽകി അനുഗ്രഹിക്കണം. നിത്യത്തോളം വിശ്വസ്തയോടെ നിൽപ്പാൻ, കുടുംബവുമായി ദൈവത്തെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവം കൃപ പകരണമേ. തലമുറകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്ന ദാസിക്കായി സ്തോത്രം ചെയ്യുന്ന കുടുംബത്തിന്റെ കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ തടസ്സങ്ങളെ നീക്കണം. ആത്മീയ നന്മകളാൽ നിറയ്ക്കണമേ. കൃപാവരങ്ങൾ ജ്വലിപ്പിക്കണം. ആനന്ദത്തെ കുടിപ്പിക്കണേ കർത്താവെ. മീറ്റിംഗിൽ പങ്കുകൊള്ളുന്ന എല്ലാ കുടുംബങ്ങളെയും താവേ തലമുറകളെ എല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. ദേവാസന്മാരെ ഏറ്റു പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ അവരുടെ ജീവിതത്തെ വെളിപ്പെടുത്തുന്ന ആ ക്രൂശില സ്നേഹം കർത്താവെ അനുഭവിച്ചറിയാൻ ദൈവം കൃപ തന്നെ. കർത്താവിന്റെ ചിറകിനടിയിൽ എല്ലാ മക്കളെയും മറച്ചു കൊള്ളണമേ. കർത്താവ് ശത്രു കാണാതെ, ദുഷ്ടം കാണാതെ മറച്ചു കൊള്ളണമേ. അനേക വാഗ്ദത്തങ്ങൾ തന്ന ദൈവം അത് നിവർത്തിക്കാൻ കർത്താവ് ശക്തനായ യഹോവയാണല്ലോ. കർത്താവെ, ബലമില്ലാത്തവർക്ക് ബലം നൽകണം, കൃപയില്ലാത്തവർക്ക് കൃപ നൽകണം. കർത്താവെ, തലമുറയുടെ വിഷയങ്ങളെല്ലാം ഏൽപ്പിക്കുന്ന വിവാഹ ജീവിതത്തിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ തക്ക സമയത്ത് തുണകളെ ലഭിക്കുവാൻ സഹായിക്കണമേ. ജോലിയില്ലാത്ത ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങൾക്ക് വഴിയും വാതിൽ അവിടെ തുറക്കണം. നീ തുറന്നാൽ ആരടയ്ക്കും, നീ അടച്ചാൽ ആര് തുറക്കും? ആമേ. വർഷങ്ങളായി കർത്താവെ അടയപ്പെട്ട വഴികളെ നീ തുറക്കണേ കർത്താവെ. ശത്രുവിന്റെ ദുഷ്ടന്റെ വകയുടെ വായിന്നിട്ട് ജനത്തെ മോചിപ്പിക്കണമേ. ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തണമേ. വമ്പു പറയുന്ന നാവൽ അടയപ്പെടണേ. ദൈവമക്കൾക്കെതിരായി, ദൈവമക്കൾക്കും ദൈവസഭയ്ക്കെതിരായി കർത്താവ് പോരാടുന്ന പോരുകളെ അവിടെ നടിച്ചു മാറ്റണമേ. ഇരുളിന്റെ ശക്തികൾ തകർക്കപ്പെടണ വെളിച്ചമായി നീ ഓരോരുത്തരുടെ മേൽ, കുടുംബങ്ങളിൽ മേൽ ഇറങ്ങണമേ. സ്വർഗം ചാച്ച് ഇറങ്ങണമേ. ദൂതന്മാര് ചുറ്റും കാവൽ രക്ഷിച്ചൊല്ലണേ കർത്താവേ. ഹല്ലേലൂയ. കുടുംബമായി ഒന്നിച്ച് ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും ദൈവം കൃപ പകരണമേ. ദൈവത്തിന്റെ അനേക വാഗ്ദത്തങ്ങൾ നിന്റെ മക്കൾക്ക് തന്നിട്ടുണ്ടല്ലോ, അത് നിവർത്തിക്കാൻ ശക്തനായ യഹോവയാണ്. ഞങ്ങളത് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവേ. അപ്പൊ അത് സകലവും നീ കാണുന്നു കേൾക്കുന്ന ദൈവമാണല്ലോ കർത്താവേ. മാതാപിതാക്കൾക്ക് ആരോഗ്യം, ബലവും കൃപയും ശക്തിയും നൽകണമേ കർത്താവേ. പ്രാർത്ഥന ഉറ്റിരിപ്പാൻ, മടുത്തുവാതെ പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ ഒരു മേൽ കൃപ പകരണമേ. ഒരു പുത്തൻ അഭിഷേകത്താൽ എല്ലാവരും നിറയ്ക്കണേ കർത്താവേ. കരിന്തിരികളെ മുറിച്ചു മാറ്റി വിളക്കിൽ എണ്ണയുള്ളവരാക്കി തീർക്കും. മണവാളം ഇരുമ്പൻ എണ്ണയുള്ളവരായി
ആമേൻ. മുന്നോട്ട് കർത്താവേ പോകുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവേ ശലധര സമ്പലാദിനറിയാതര സ്നാതകരതനാരെ ലംഘനങ്ങളെ മറയ്ക്കണമേ, പാവങ്ങളെ ക്ഷമിക്കണമേ. കർത്താവെ അനുഗ്രഹ തടസ്സമായി ഞങ്ങൾ ഓരോരുത്തരുടെ ജീവിതത്തിലുള്ള എല്ലാ കുറവുകളും കുറ്റങ്ങളും അവിടുന്ന് ക്ഷമിച്ച് തങ്കച്ചോരയെ കഴുകി ശുദ്ധീകരിക്കണം. ശുദ്ധീകരണം കൂടാതെ ആർക്ക് യഹോവയെ പ്രസാദിപ്പാൻ കഴിയത്തില്ലല്ലോ. കർത്താവെ ഏതിൽ നിന്ന് വീണ് അതിനെ എഴുതിപ്പാൻ സഹായിക്കണം. വചനം കേട്ട് ഏറ്റെടുക്കുന്നവരാക്കി സമർപ്പിച്ച് തീരുമാനങ്ങൾ എടുക്കുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ ഇരുള് മാറിപ്പോണം, വെളിച്ചമായി നീ അവരിൽ ഇറങ്ങണേ. ഓരോരുത്തരുടെ മേലെ കർത്താവെ രോഗസൗഖ്യം വിടുതൽ കൽപ്പിക്കണമേ. ആരോഗ്യമുള്ള ശരീരം, ബലമുള്ള ശരീരം നിന്റെ ജനത്തിന് നൽകണമേ. അഭിഷിക്തന്മാരെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവരെ കുഞ്ഞുങ്ങളെ എല്ലാം ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വിളിച്ച നാൾ മുതൽ ഇതുവരെയും കർത്താവ് സൂക്ഷിച്ചു. നമ്മൾ വിശ്വസ്തരല്ലെങ്കിലും കർത്താവ് വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നമ്മളെ സൂക്ഷിച്ചുകൊണ്ടെന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ കർത്താവിന്റെ കൃപയെ മാത്രമാണ്, കരുണയാണ്, ദയയാണ്, വിശ്വസ്തതയാണ്. കർത്താവെ അത്ഭുത മന്ത്രി വീരനാം ദൈവം നിത്യപിതാവേ സമാധാന പ്രഭുവേ സമാധാനം സന്തോഷന്റെ ജനത്തിന് നൽകണമേ. അത്ഭുതം പ്രവർത്തിക്കണേ കർത്താവെ. ശലബ്ദറസിഹാലെ അഭിഷേകത്താവെ ശുശ്രൂഷിക്കുന്ന അഭിഷേകത്തിനെ എടുത്ത് പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തെ നിറയ്ക്കണേ. നാവിനെ തീയാക്കി തീർക്കണേ. ഞങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടതായ മന്ന വിളമ്പി തരുവാൻ കർത്താവ് അധികാരം അഭിഷേകം ചെയ്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നവരെ വിഷയങ്ങളെല്ലാം കർത്താവ് പരിഹരിക്കണമേ. ഇവിടെ ശുശ്രൂഷിക്കുമ്പോൾ ദൈവത്തിന്റെ കരം കുടുംബങ്ങളിൽ മേൽ പരിവർത്തിക്കുന്ന വെള്ളത്തിൽ പരിവർത്തിച്ചതുപോലെ കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടത്തണമേ. ക്രൂശല സ്നേഹം വെളിപ്പെടുത്തണം. ഷലാബ്ദറസിക്കലെ ദേവാസം പറഞ്ഞ എല്ലാ വിഷയങ്ങളെ അപ്പന്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്ന ഹൃദയം തകർന്നവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്ന ദൈവം നീയാണ്. കർത്താവ് ശലബ്ദര മനുഷ്യൻ പുറമേ നോക്കുന്നു, ഹൃദയങ്ങളെ നോക്കുന്ന ദൈവമാണ്. അപ്പ കണ്ണുനീർ തൂവുമ്പോ മനസ്സലിയണമേ. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണേ. കുടുംബങ്ങളെ ദൈവശക്തി വെളിപ്പെടുത്തണമേ. കർത്താവിന്റെ കൃപയിൽ മറച്ചോലണമേ. കർത്താവ് ശലബ്ദറ സംബാലോദീന അധികാരത്തിന്റെ ശുശ്രൂഷ ചെയ്തെടുപ്പാൻ എന്റെ മക്കളെ ഉപയോഗിക്കണമേ. കർത്താവെ അമ്മേൻ. ഹല്ലേലൂയ. തകർന്നു പോകാൻ അനുവദിക്കല്ലേ. പിടിച്ചു നിൽക്കാനുള്ള കൃപ പകരണമേ. വിഷയങ്ങൾ കടന്നു വരുമ്പോൾ അതിജീവിക്കാനുള്ള ദൈവകൃപ ദൈവശക്തി ഇതിന്റെ മക്കളുടെ മേൽ പകരപ്പെടണമേ. സൂം മീറ്റിംഗ് വളരെ അനുഗ്രഹമാക്കി നന്മയ്ക്കാക്കി ദൈവം തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. അനേക ആത്മാക്കൾ കടന്നു വന്ന് വിടുതൽ പ്രാപിക്കാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനയാചനയും കേട്ടതിനായി സ്തോത്രയല്ലേ. യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ. പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. മറുപടി അയക്കാൻ ചെയ്യാം. കർത്താവിന്റെ വിലപ്പെട്ടദാസൻ നമ്മെ ശുശ്രൂഷിക്കുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാഷകനാണ്. ആമേ. ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്ന തരത്തിലുള്ള ഡിഗ്രിയെ കർത്താവ് നൽകിയിട്ടുണ്ട്. സ്തോത്രം. നല്ല അനുഭവങ്ങളുണ്ട്. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ നമ്മോട് ശുശ്രൂഷിക്കും. പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. കർത്താവിൻ്റെ ദാസനെ ഞാൻ ക്ഷണിക്കുന്നു. വീഡിയോയിൽ വരാൻ കഴിവുള്ള എല്ലാവരും വീഡിയോയിൽ വന്നാട്ട് നമുക്ക് അനുഗ്രഹമായിരിക്കും. ആത്മാവിൽ ശുശ്രൂഷിക്കുന്ന ദൈവപുരുഷനാണല്ലോ. നമ്മോട് കർത്താവ് സംസാരിക്കട്ടെ. വചനത്തിലൂടെ ആത്മാവ് ഇടപെടും. ആത്മാവിലൂടെ സംസാരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നിങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുവാൻ ലഭ്യമായി നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ ജോസ് പാസ്റ്റനെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഭവനവുമായിട്ട് ദൈവം നൽകി തന്ന എല്ലാ നല്ല അനുഭവങ്ങളും ബന്ധങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങളുമായിട്ട് ദൈവവചനം പങ്കിടുവാൻ എൻ്റെ ഹൃദയത്തെ ദൈവം പ്രകാശിപ്പിച്ച തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ ആരെങ്കിലും വായിച്ചൊന്ന് സഹായിക്കണം. 1 പത്രോസിന്റെ ലേഖനം 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം മുതൽ 11-ാമത്തെ വാക്യം വരെ. എന്നാൽ എല്ലാറ്റിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനും മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരൻ ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹ വിചാരകന്മാരായി അതിനെ കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. അതെ, മുന്നോട്ട് വായിച്ചു 11-ാം വാക്യം വരെ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും, ഒരുത്തൻ ശുശ്രൂഷിക്കുന്നു
എങ്കിൽ ദൈവം നൽകുന്നത് പ്രാപ്തിക്കൊത്തവണ്ണമാകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്നേക്കും അവനുള്ളത്. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു വാക്ക് നമുക്ക് ദൈവസന്നിധി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളോട് ഹൃദ്യമായി ഇടപെടട്ടെ. തുറന്ന മനസ്സോടെ, തുറന്ന ഹൃദയത്തോടെ, എപ്പോഴും ഞാൻ പറയുന്നത് പോലെ പരിച്ഛേദനയുള്ള കാതുകളായി ദൈവസന്നിധിയിൽ നമ്മൾക്ക് ഇരിക്കാം. ദൈവത്തിന്റെ വചനത്തിൽ ദൈവത്തിന് നമ്മളോട് ഇടപെടുവാനുള്ള സകല മർമ്മങ്ങൾ, സകല സമ്പത്തും ഇതിനകത്തുണ്ട്. ദൈവം വളരെ ഹൃദ്യമായി, വളരെ വ്യക്തമായി ദൈവം നമ്മളോട് സംസാരിക്കും. ഇന്ന് രാത്രി ഞാൻ അത് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മൾ ഈ വാക്യം, 7-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ, സകലത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു, ആകയാൽ സുബോധമുള്ളവരും നിർമ്മതരുമായി പ്രാർത്ഥനയ്ക്കായി ഉറ്റിരിപ്പിൻ. എനിക്ക് മലയാളത്തിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് വരുവാണെങ്കിൽ ക്ഷമിക്കണം. മലയാളം എഴുതാനും വായിക്കാനും അറിയത്തില്ല. അന്നേരം വായനയിൽ തെറ്റ് സംഭവിക്കുവാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഈ 1 പത്രോസിന്റെ ലേഖനം നാം പഠിച്ചാൽ അവിടെ മുഖ്യ വിഷയം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അതിന്റെ 3-ാം അധ്യായം, അതിന്റെ 15-ാമത്തെ വാക്യം, 3-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 3:13. നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തി ഉള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവൻ ആർ? അതിന്റെ 16-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യം. ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള നല്ല നടപ്പിനെ ദുഷിക്കുന്നവർ നിങ്ങളെ പഴിച്ചു പറയുന്നതിൽ ലജ്ജിക്കേണ്ടതിന് നല്ല മനസാക്ഷി ഉള്ളവരായിരിപ്പേ. 17-ാമത്തെ വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ തിന്മ ചെയ്തിട്ടില്ല, നന്മ ചെയ്തിട്ട് സഹിക്കുന്നത് ഏറ്റവും നന്ന്. 4:12. 4-ാം അധ്യായം 12-ാം വാക്യം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടിയെന്ന് വച്ച് അതിശയിച്ചു പോകരുത്. ഒരു വാക്യോടെ വായിക്കണം. ഈ വാക്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. ഒരു ദൂത് പറയുവാനാണ് ഈ വാക്യങ്ങളെല്ലാം വായിക്കുന്നത്. 5-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിന്റെ സത്യകൃപയിലാകുന്നു എന്ന് സാക്ഷീകരിച്ചും കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരനെന്ന് നിരൂപിക്കുന്ന സിൽവാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. മതി. അന്നേരം ഈ വാക്യങ്ങൾ വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. എഴുതപ്പെടുന്ന ഈ ലേഖനം വായിക്കുന്ന ജനം നന്മ ചെയ്തിട്ട്, ദൈവഹിതം ചെയ്തിട്ട്, ദൈവം പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ദൈവമക്കളായിട്ടും തിന്മകൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടിയ സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു കൂട്ടം ദൈവജനമാണ്. ഒന്നുകൂടെ ആവർത്തിക്കാം. ദൈവം പറയുന്നത് അനുസരിച്ച് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന വിശ്വസ്തരായ ദൈവമക്കൾ, അവർ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന നിമിത്തം അവർ കടന്നുപോയ ചില തിന്മേറിയ സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ 5:12 അടിസ്ഥാനത്തിൽ പറയുകയാണ്, നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല, നിങ്ങൾ തെറ്റായ ട്രാക്കിലല്ല, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു കാണും. നിങ്ങൾ ചിന്തിക്കാത്ത രീതിയിൽ, നിങ്ങൾ വിശ്വസിക്കാത്ത രീതിയിൽ, പ്രതീക്ഷിക്കാത്ത രീതിയിൽ ചില വ്യക്തികൾ നിങ്ങളോട് ഇടപെട്ട് കാണും, തിരസ്കരിച്ച് കാണും, എതിർത്ത് കാണും. പക്ഷെ ഒരു കാര്യം നിങ്ങളെ ഉറപ്പിക്കാനാണ് ഞാൻ എഴുതുന്നത്, നിങ്ങൾ നിൽക്കുന്ന യഥാർത്ഥ ദൈവകൃപയാണ്. നിങ്ങൾ ട്രാക്ക് തെറ്റിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ട്രാക്ക് തെറ്റിയിട്ടില്ല. ഹല്ലേലൂയ. പലപ്പോഴും ആശങ്ക വരുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്, ഒരു പ്രശ്നമാണ്, ഒരു ചിന്തയാണ്. പ്രതിസന്ധികൾ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ എപ്പോഴും പകച്ചു പോകും, നമ്മൾ എപ്പോഴും
നമ്മുടെ ഹൃദയത്തിൽ ഒരു തിരമാല അടിക്കും. പുറമെ അടിക്കുന്ന തിരമാലകൾ കണ്ട് അകത്തും ഒരു തിരമാല പൊങ്ങും. സ്തോത്രം. നിങ്ങൾ യേശുവിനെ ശ്രദ്ധിക്കണം കേട്ടോ. പുറമെ തിരമാലകൾ അടിച്ച് പടകിന്റെ അകത്ത് വെള്ളം നിറയുമ്പോഴും ഒരുവന്റെ അകത്ത് ഒരു തിരമാലയും അടിക്കുന്നില്ല. അവൻ അമരത്ത് ചാരിക്കിടന്നുറങ്ങുവാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന്റെ അകത്ത് ഒരു തിരമാലയും ഇല്ല. തിരമാല പോലെ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടും സ്വസ്ഥമായി യേശുവിനെ കിടന്നുറങ്ങുവാൻ പറ്റി. നമ്മുടെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിലേക്ക് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകൾ ഒന്ന് ഉയർത്താം. നാം ലജ്ജിച്ചു പോവുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹൃദയം ക്ഷീണിച്ചു പോകത്തില്ല കേട്ടോ. ഹൃദയം കലങ്ങി പോകത്തില്ല. ആശങ്കയോടെ പ്രതിസന്ധികളുടെ മുമ്പിൽ ചോദ്യചിഹ്നത്തോടെ നിൽക്കേണ്ടി വരികയില്ല. ഹല്ലേലൂയ. ഒരു സ്തോത്രം പറയോ? ഒരു നല്ല സ്തോത്രം ദൈവത്തിന് പറയാമോ? പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിന് നന്നായിട്ട് അറിയാം, തിരമാല അടിക്കുമ്പോഴും ഞാൻ ആ കടലിൽ മുങ്ങിച്ചാകാൻ വേണ്ടിയല്ല പിതാവ് എന്നെ കണ്ടിരിക്കുന്നത്. പിതാവ് എന്നെ ഈ ലോകത്ത് അയച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ആ ദൗത്യം പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുള്ളൂ എന്ന തികഞ്ഞ ബോധ്യം യേശു കർത്താവിന്റെ ഉള്ളത്തിലുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമ്മൾക്ക് പറ്റിപ്പോകുന്ന, നമുക്കെന്ന് പറയുമ്പോൾ ഞാൻ എന്നെ തന്നെയും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ, നമുക്കൊക്കെ പറ്റിപ്പോകുന്ന നമ്മുടെ ഹൃദയം പെട്ടെന്ന് ക്ഷീണിച്ചു പോകാനുള്ള കാരണം പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ എന്താണ് ഇവർ പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വന്നേ? നിങ്ങളെ 2-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം 19-20 ഒക്കെ ഒന്ന് വായിക്കാമോ? 19-20. സോറി, 2-ാം അധ്യായം അതിന്റെ 19-20. ക്ഷമിക്കണം, 1 പത്രോസ് 2-19-20. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദം ആകുന്നു. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. 23-ാമത്തെ വാക്യം. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഭരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അന്നേരം ഇവിടെ ഈ പ്രിയ ദൈവമക്കൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടോ? തിന്മയായ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, തിരസ്കരണത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, അടി കൊള്ളുന്നുണ്ട്. ആ വാക്കിൽ വ്യക്തമാണ്. ശാരീരികമായ ഉപദ്രവത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്, ശാരീരികമായ വ്യഥകൾ കൂടെ കടന്നു പോകുന്നുണ്ട്. എന്നാൽ ശകാരത്തിന് ശകാരം ചെയ്യുന്നെന്ന് പറഞ്ഞ ശകാരങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്, നിന്ദിക്കപ്പെടുന്നുണ്ട്, ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. പ്രതികാരത്തിന് സഫറിങ്ങിന് പകരം തിരിച്ച് അന്ന് സഫർ ചെയ്യുന്നുണ്ട്. അന്നേരം ഇവർ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ കണ്ടോ? അന്നേരം ഇതെല്ലാം ക്രിസ്തു നിമിത്തമാണ്, സുവിശേഷം നിമിത്തമാണ്. ആ സെയിം തത്വം നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആ സെയിം തത്വം നമ്മൾ അപ്ലൈ ചെയ്യണം. പലപ്പോഴും ദൈവഹിത പ്രകാരം നമ്മൾ ചില സ്റ്റെപ്പുകൾ എടുത്തു വെക്കുമ്പോൾ, ശുശ്രൂഷയിലായിക്കോട്ടെ ഭൗതിക സാഹചര്യത്തിലായിക്കോട്ടെ, നമ്മൾ ഈ ചിന്തിക്കുന്നതും പറയുന്നതും പോലെ പലപ്പോഴും എല്ലാ സാഹചര്യങ്ങളും അനുകൂലമായി ഒത്തുവരണമെന്നില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതിന്റെ അർത്ഥം നമ്മൾ ദൈവഹിതത്തിൽ നിന്ന് ട്രാക്ക് തെറ്റി പോയതല്ല, നമ്മൾ ദൈവഹിതത്തിൽ തന്നെയാണ്, നമ്മൾ അതിൽ ഉറച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം ഭോഷ്ക്ക് പറയുകയില്ല. ദൈവത്തെ അനുസരിക്കുന്നത്, ഇത് അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഈ പത്രോസ്. ഭയങ്കര തുടക്കം മുതൽ അനുഭവമുള്ള വ്യക്തിയാണ്. ആദ്യമായി കർത്താവുമായിട്ട് എൻകൗണ്ടർ ഉണ്ടാവുമ്പോൾ കർത്താവ് പറഞ്ഞ് പടക് അല്പോടെ ആഴത്തിൽ ഒന്ന് നീക്കാൻ. പത്രോസ് കർത്താവിനോട് പറയാം, ഗുരുവേ നിനക്കറിയാം ഞാൻ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. നീ ഒരു തച്ചനാണ്, ഞാനൊരു യഥാർത്ഥ മീൻപിടുത്തക്കാരനാണ്. അന്നാണ് പത്രോസിന് മാറ്റം ഉണ്ടാകുന്ന. വാസ്തവത്തിൽ കർത്താവ് പറഞ്ഞെടുത്ത് പത്രോസ് വല നീക്കി, വല ഇട്ടു, അനുസരിച്ചു,
വില കൽപ്പിച്ചു. കർത്താവിന്റെ വാക്കിന് പത്രോസ് വില കൽപ്പിച്ചു. അതുകൊണ്ട് പത്രോസ് ഒരു കാര്യം മനസ്സിലാക്കി, ഇത് സാധാരണ ഒരു മനുഷ്യനല്ല, ഇത് ജഡത്തിൽ അവതരിച്ച ദൈവത്തിന്റെ പുത്രനാണെന്ന് കൃത്യമായി മനസ്സിലാക്കി. കാരണം പകൽ സമയത്തൊന്നും മീനിനെ പിടിക്കാൻ പറ്റത്തില്ല, പക്ഷെ പകൽ സമയത്തും മീൻ എവിടെ ഉണ്ടെന്നും ഉള്ള സകല മീനെയും അവന്റെ വലയ്ക്കകത്ത് കൊണ്ടുവരുവാൻ കഴിവുള്ള ദൈവം, ഹല്ലേലൂയ, തന്റെ മുൻപിൽ നിൽക്കുവാണെന്ന് തികഞ്ഞ ബോധ്യം പത്രോസിനുണ്ട്. പത്രോസിന് നന്നായിട്ട് അറിയാം കർത്താവിന്റെ വചനം, കർത്താവ് പറഞ്ഞ വാക്ക്, അതിൽ നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെ വിളിച്ച വിളിയിൽ നമ്മൾ മുറുകെ പിടിച്ചു നിൽക്കണം. കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തെ ഉറപ്പിക്കുവാണ്, നിങ്ങൾ നിൽക്കുന്നത് യഥാർത്ഥ ദൈവകൃപയിലാണ്, അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. സ്തോത്രം. അതെങ്ങനെയാണ് പത്രോസ് ഈ കാര്യം അവരോട് പറയുന്നത്? ഒന്ന്, അവരെ രക്ഷയെപ്പറ്റി പറയുന്നു. 1-ാം അധ്യായം മുതൽ 2-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം വരെ രക്ഷയെപ്പറ്റി പറയുകയാണ്. സ്തോത്രം. നിങ്ങൾ യഥാർത്ഥ ദൈവകൃപയാണ്, നിങ്ങൾ തെറ്റിപ്പോയിട്ടില്ല, ട്രാക്കിലാണ്. എങ്ങനെ മനസ്സിലാകാം? അടിസ്ഥാനപരമായി അത് മനസ്സിലാക്കാനുള്ള കാര്യമാണ്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ട്രാക്കിൽ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവകൃപ അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ, നമ്മൾ വീണ്ടും ജനനം അനുഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ അടിവരയിട്ടോ ട്രാക്കിലാണ്, നിങ്ങൾ ട്രാക്കിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ജനനം ഉള്ളവരുടെ ഒരു പ്രത്യേകത, അവർക്ക് ജീവനുള്ള ഒരു പ്രത്യാശ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർ വീണ്ടും ജനിച്ചത് ഈ ലോകത്തിൽ ഏതാണ്ട് കണ്ടോണ്ടല്ല, അവർ വരുവാനുള്ള ലോകത്തിൽ ഒരു പ്രത്യാശ വെച്ചോണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. അവരെ ദൈവം തന്റെ വചനത്താൽ, ആദ്യത്തെ അധ്യായങ്ങളുണ്ട്, വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല ഞാൻ, ആദ്യത്തെ വാക്യങ്ങളിൽ തന്നെ ഉണ്ട്, ആത്മാവിന്റെ വിശുദ്ധീകരണം, യേശുവിനോടുള്ള അനുസരണത്തിന് വേണ്ടി പിതാവിന്റെ മുന്നറിവിൻ പ്രകാരം തെരഞ്ഞെടുക്കപ്പെട്ട വൃദ്ധന്മാരാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഓരോരോ വാക്കിൽ അർത്ഥമുണ്ട്. രക്തത്താൽ തളിക്കപ്പെട്ടവരാണ്. അതിന്റെ അർത്ഥം ഇവർ ദൈവകൃപയിലാണെന്ന് ഇവരെ പറ്റി പത്രോസ് സർട്ടിഫൈ ചെയ്യുന്ന അടിസ്ഥാനപരമായ കാര്യം എന്തുവാണെന്ന് അറിയാമോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ഇത്ര വലിയ രക്ഷ, പ്രിയപ്പെട്ടവരെ, നമുക്ക് എല്ലാവർക്കും പറ്റിപ്പോകുന്ന പ്രശ്നം, നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെല്ലാവരും അന്നേരം പ്രതിസന്ധികളിലാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ മുമ്പിൽ മാറയുടെ അനുഭവം വന്നപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി. അവരുടെ മുമ്പിൽ ഒരു ശൂന്യത വന്നപ്പോൾ പിറുപിറുക്കാൻ തുടങ്ങി. കർത്താവ് അവരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, മിസ്രൈമിൽ നിന്ന്, വലിയ സാമ്രാട്ടിന്റെ രാജ്യത്തിൽ നിന്ന് ചെങ്കടൽ കടത്തി അവന്റെ സൈന്യത്തെ മുക്കിക്കൊണ്ട് നിന്നെ അക്കരെ കടത്തിയ ദൈവത്തെ നീ മറക്കല്ല്. സ്തോത്രം. പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ സാധ്യതയില്ലാത്ത നിന്നെ ദൈവം വിടുവിച്ച് അവന്റെ കയ്യിൽ നിന്ന് വലിച്ചെടുത്ത് പിശാചിന്റെ രാജ്യത്തിൽ നിന്ന് ദൈവത്തിന്റെ രാജ്യത്തിൽ കൊണ്ട് നിന്നെ ദൈവം നട്ടിട്ടുണ്ടെങ്കിൽ അത് നീ മറക്കല്ല്. ഹല്ലേലൂയ. കഷ്ടതയിൽ ഉറപ്പിക്കപ്പെടണമെങ്കിൽ, when you want to be firm even in suffering, നിങ്ങൾ കഷ്ടതയിൽ ഉറപ്പുള്ളവരായി നിൽക്കണമെങ്കിൽ രക്ഷയെ ഓർത്തുകൊള്ളണം. രക്ഷ. പ്രൈസ് ദി ലോർഡ്. രക്ഷദാനമോ, ഹാ എത്ര മാധുര്യം! എന്നെ വീണ്ടതോ, ഹാ എത്ര ആശ്ചര്യം! കർത്തൻ സ്വന്തമാക്കി എന്നെ തീർത്തതാൽ കീർത്തിക്കും ഞാൻ നന്ദിയാൽ. അതാ പഴയ പാട്ടുകളിൽ എല്ലാം രക്ഷയെ പറ്റി പറയുന്നത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. സ്നാനത്തെ പറ്റി പറയും, രക്ഷയെ പറ്റി പറയും, ആത്മനിറവിനെ പറ്റി പറയും, പാട്ടുകൾ പാടി വർണ്ണിക്കുകയാണ്. എന്താ കാരണം? അവർ പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ കൂടെ കടന്നുപോയപ്പോഴും അവർ ഓർത്തൊരു കാര്യമുണ്ട്, ഒരു പ്രതീക്ഷയില്ലാത്ത സാഹചര്യത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ച് തന്റെ സഭയിലാക്കിയെങ്കിൽ, ദൈവത്തിന്റെ വാഗ്ദത്തമില്ലാത്ത എന്നെ, ദൈവത്തിന്റെ പൈതലാകാൻ ഒരു സാധ്യതയില്ലാത്ത എന്നെ, കാട്ടൊലിവായി എന്നെ നട്ടൊലിവിന്റെ കൂടെ ഗ്രാഫ്റ്റ് ചെയ്യുവാൻ വേണ്ടി, ഹല്ലേലൂയ, ദൈവം കാണിച്ച കരുണ അതെത്ര വലിയതാണ്, അതെത്ര വലിയതാണ്.
അത് ദൈവത്തിന് ചെയ്യാമെങ്കിലാണോ പ്രതിസന്ധികളിൽ എന്നെ കടത്തി കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയാൻ പറ്റാത്തത്? സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് രക്ഷ ഓർക്കണം, എപ്പോഴും രക്ഷ ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. അതാണ് 1 പത്രോസ് നോക്കിക്കേ, ഈ കഷ്ടതയിൽ കൂടെ എല്ലാം ഇവർ കടന്നു പോകുമ്പോൾ ഇവയിലെല്ലാം നിങ്ങൾ സന്തോഷിക്കുന്നു. 1-5, 6, 7 ഒക്കെ ആ വാക്യങ്ങൾ എഴുതിയിട്ടുണ്ട്. കാരണം ഈ രക്ഷയുടെ ഒരു പൂർത്തീകരണം ഉണ്ട്. രക്ഷിക്കപ്പെട്ടവർ രക്ഷിക്കപ്പെട്ടോണ്ടിരിക്കണം. അതാണ് രക്ഷ വളരുക. മായമില്ലാത്ത പാൽ എന്ന ദൈവത്തിന്റെ വചനം കുടിച്ച് രക്ഷ വളരണം. പ്രൈസ് ദി ലോർഡ്. വചനം കുടിച്ച് രക്ഷ വളരണം. വീണ്ടും ജനനം കിട്ടിയ കെടാത്ത ബീജത്താലാണ് നാം രക്ഷിക്കപ്പെട്ട, സൽപ്രവർത്തിയാലല്ല. ദൈവം നമ്മളെ വിടുവിച്ചത് നമ്മൾ 40 ദിവസം ഉപവാസം ഇരുന്നോണ്ടല്ല. ദൈവം നമ്മളെ വിടുവിച്ചത് നമ്മൾ സത്യാന്വേഷി ആയോണ്ടല്ല. അല്ല, കൃപയാൽ. കെടാത്ത ബീജം, സുവിശേഷം എന്ന കെടാത്ത ബീജം. യേശു കാൽവറി ചെയ്തത് എന്തെന്ന് മനസ്സിലാകുവാൻ നമ്മുടെ ദുഷ്ടഹൃദയത്തിൽ ആ കെടാത്ത ബീജം കൊണ്ടിട്ട് ദൈവം നമ്മുടെ ഹൃദയത്തിന്റെ കെട്ടുകളെ പൊട്ടിച്ച് ദൈവത്തിന്റെ പൈതലാക്കി നമ്മളെ തീർത്തു. ഹല്ലേലൂയ. അത് ഭയങ്കര അത്ഭുതമാകട്ടോ. ക്യാൻസർ സൗഖ്യമാകുന്നതിനെക്കാട്ടും വലിയ അത്ഭുതമാകട്ടോ നമ്മുടെ അകത്ത് നടന്ന അത്ഭുതം. നമ്മുടെ അകത്ത് നടന്ന അത്ഭുതം. സഹോദരം, നമ്മുടെ പല സഹോദരങ്ങൾക്ക്, നമ്മുടെ പല സ്നേഹിതന്മാർക്ക് മനസ്സിലാകാത്ത ഈ സുവിശേഷം കൃപയാൽ, കരുണയാൽ കേട്ടപ്പോൾ ഗ്രഹിക്കുവാൻ വേണ്ടി നമ്മുടെ ബുദ്ധിയെ തുറന്ന് ദൈവം തുറന്നു. നമ്മുടെ ഹൃദയത്തെ, ലുദിയയുടെ ഹൃദയത്തെ ദൈവം പൗലോസിന്റെ വചനം കേട്ടപ്പോ തുറന്നതുപോലെ കാലങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ദൈവം സുവിശേഷം കേട്ടപ്പോൾ തുറന്നു. സഹോദരം, പ്രൈസ് ദി ലോർഡ്. ഈ സുവിശേഷത്തിന്റെ സത്യത്തെ എത്ര പേര് തിരസ്കരിക്കുന്നുണ്ട്? പ്രൈസ് ദി ലോർഡ്. ഒരു യൂത്ത് മീറ്റിംഗിൽ ഒരു ചെറുപ്പക്കാരനോട് ഒരു പാസ്റ്റർ ചോദിച്ചു, എടാ മോനെ, 2000 വർഷം മുമ്പ് മരിച്ച ഒരാൾക്ക് എങ്ങനെ നിന്റെ പാപത്തെ പോക്കാൻ പറ്റും? സ്നാനപ്പെട്ട ചെറുക്കനാ. നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ സ്നാനപ്പെടുന്ന ആ സ്നാനമൊക്കെ ഈ സോപ്പ് തേക്കാതെ കുളിച്ചിറങ്ങുന്ന പോലെ ഉള്ളൂ പല പിള്ളേരും. എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നേ. പലരും രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടോണ്ടൊന്നും കാര്യമില്ല. രക്ഷിക്കപ്പെട്ടവരാ സ്നാനപ്പെടേണ്ടിയെ. പ്രൈസ് ദി ലോർഡ്. അന്ന് ഈ ചെറുക്കൻ പറയാ, സ്നാനപ്പെട്ട കൊച്ചൻ പറയാ, ശരിയാണല്ലോ അങ്കിളെ. അവനവന്റെ നിഷ്കളങ്കതയിൽ പറഞ്ഞ, പക്ഷെ അതിലൊരു സത്യമുണ്ട്. പല ആൾക്കാർക്കും വ്യക്തമായ ഗ്രാഹ്യമില്ല. നമുക്ക് വേണ്ടി യേശു ചെയ്തത് എന്താന്ന് വ്യക്തമായി അതിലൊരു ആശ്രയമില്ല. ഞാൻ നിങ്ങളോട് പറയാം, 2000 വർഷം മുമ്പ് നടന്ന കാര്യം എനിക്ക് വേണ്ടിയാണെന്നും അത് സത്യമാണെന്നും വിശ്വസിക്കത്തക്ക രീതിയിൽ എൻ്റെ ഹൃദയത്തിൽ അത് കൊണ്ടിട്ട് പരിവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. അതെന്റെ ഒരു കഴിവല്ല, അതെന്റെ ഒരു മിടുക്കല്ല. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. 2000 വർഷം മുമ്പ് എനിക്ക് വേണ്ടി കാൽവരി തകർന്ന യേശു, ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി, ഞാൻ പറഞ്ഞ നുണ, ഞാൻ മോഷ്ടിച്ചത്, ഞാൻ കള്ളം പറഞ്ഞത്, ഞാൻ ദ്രവ്യാഗ്രഹം ചെയ്തത്, ഞാൻ ചെയ്ത പാപം, ഭൂതകാലത്ത് ഇന്ന് ചെയ്ത പാപം, ഇനി ഭാവിയിൽ എൻ്റെ ജീവിതത്തിൽ വരാനുള്ള എല്ലാ പാപത്തിനും വേണ്ടിയും യേശു എനിക്ക് വേണ്ടി പ്രായച്ചിത്ത മരണമായി. പാപം അറിയാത്തവൻ പാപം എനിക്ക് വേണ്ടി ആക്കപ്പെട്ടു. കാരണം എന്തിന്? ഞാൻ ദൈവത്തിന്റെ നീതിയായി തീരാൻ വേണ്ടി. പാപം നിറഞ്ഞ് എന്റെ അങ്കിയെടുത്ത് യേശു തന്റെ മേലിട്ടിട്ട് നീതി നിറഞ്ഞ് അവന്റെ അങ്കി സൗജന്യമായി അവൻ എന്റെ മേൽ ഇടുപ്പിച്ചു. അതാണ് ഗുഡ് ന്യൂസ്, അതാണ് സുവിശേഷം. പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നവരെ, രോഗത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, സാമ്പത്തിക കഠിനമായ ശോധനയിൽ കൂടെ കടന്നു പോകുന്നവരെ, തിരസ്കരണത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിന്ദകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉറയ്ക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ രക്ഷകരെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം ഒന്ന് ഉറയ്ക്കട്ടെ. ഒരു ബലം അകത്ത് വ്യാപരിക്കട്ടെ കേട്ടോ. രക്ഷയുടെ ബലം നമ്മുടെ അകത്ത് വ്യാപരിക്കട്ടെ. സൗജന്യമായി എനിക്ക് വേണ്ടി പ്രായച്ചിത്ത മരണം യേശു മരിച്ചു. മരണത്തിൽ കൂടെ എനിക്ക് സൗജന്യമായി നീതീകരണം കിട്ടി. പുനരുദ്ധാനത്തിൽ കൂടെ എനിക്ക് പുതിയൊരു ജീവനെ അവൻ ദാനമായി നൽകി. സ്തോത്രം. കല്ലായ ഹൃദയം മാറ്റി
മാംസമായ ഹൃദയം എനിക്ക് തന്നു, അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കുവാൻ, അവന്റെ ആത്മാവിനെ ഹൃദയത്തിൽ വസിപ്പിക്കുമാറാക്കുവാൻ. സ്തോത്രം. അതുകൊണ്ട് എനിക്ക് വ്യക്തമായി ഇത് നല്ല ബോധ്യമുണ്ട്. ചിലവരെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നേരിട്ട് കാണുവാൻ പറ്റുന്നില്ല, സൂമിലാണ്. എന്നാൽ ചിലവരെ പരിശുദ്ധാത്മാവ് തട്ടി ഉണർത്തുവാൻ ഇന്ന് രാത്രിയിൽ. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി രക്ഷയാണ്. അത് ഓർക്കണം. വേറെ ഒരു ആശ്വാസം ഇല്ല കേട്ടോ, വേറെ ഒന്നുമല്ല. രക്ഷയിൽ കേന്ദ്രിതമാകണം, യേശുവിൽ കേന്ദ്രിതമാകണം, ക്രൂശിൽ കേന്ദ്രിതമാകണം. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ ലേഖനങ്ങൾ വായിച്ചാലും, പത്രോസിന്റെ ലേഖനങ്ങൾ വായിച്ചാലും, ഈ ലേഖനം വായിച്ചാലും, കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്ന ദൈവജനത്തോട് പറയുക, പ്രിയരെ, നമ്മുടെ രക്ഷകൻ ഈ വഴിയിൽ കൂടെ നടന്നു പോയത്, നമ്മളും അവന്റെ കാൽച്ചുവടിൽ പിന്തുടരേണ്ടിയവരാണ്. നമ്മുടെ മേലുള്ള വിളിയും അതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് രക്ഷയിൽ ഒന്ന് ആഴമായി ഉറയ്ക്കണം. 2, രക്ഷയിൽ വളരണം. പ്രൈസ് ദി ലോർഡ്. അതിനെന്തോ ചെയ്യണം? മായമില്ലാത്ത വചനം എന്ന പാല് കുടിക്കണം. സ്തോത്രം. അന്നേരം ജീവനുള്ള കല്ലായി, മൂലക്കല്ലായി ക്രിസ്തുവിന്റെ കൂടെ അവൻ നമ്മളെ പണിതുകൊണ്ടിരിക്കും, ഒരാത്മീയ ഗ്രഹമായി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? രക്ഷിക്കപ്പെട്ട് എല്ലാവരെയും, സ്തോത്രം, ലീലാമാന്റിയെയും ആലിസാന്റിയെയും അബ്രഹാം അങ്കിളിനെയും ജോസ് പാസ്റ്ററിനെയും നമ്മളെ എല്ലാവരെയും ജീവനുള്ള കല്ലാക്കി അവൻ മാറ്റി. മൂലക്കല്ല് ക്രിസ്തു ചേർത്ത് പണിയാണ്. ചെത്തി വെടുപ്പാക്കി. ഓ ശുടബല റികബല. കണ്ടോ, രക്ഷിക്കപ്പെട്ട രക്ഷയിൽ വളരുന്ന ജനത്തെ ഈ സൂമിൽ കൂടെ ആണേലും അവന്റെ ആലയമായി അവൻ നമ്മളെ പണിതുകൊണ്ടാണ് ഈ പ്ലാറ്റ്ഫോമിലും അവന്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. സ്തോത്രം. പ്രൈസ്. നമ്മുടെ ഹൃദയത്തെ കോർത്തണക്കിക്കൊണ്ട് മൂലക്കല്ലാകുന്ന ക്രിസ്തുവിന്റെ കൂടെ ചേർത്ത് പണിയുകയാണ്. എന്തിനാണെന്നറിയാമോ? വരുന്നുണ്ട് ഒരു കാലം, ഈ പണി തീരുന്ന ഒരു കാലമുണ്ട്, ഈ പണി തീരുന്ന ഒരു നിത്യതയുണ്ട് കേട്ടോ. ഈ പണി പൂർത്തീകരിക്കുന്ന നിത്യതയുണ്ട്. എല്ലാ കല്ലും വെടുപ്പാക്കി പണി കഴിയുന്ന ഒരു ദിനമുണ്ട്. അന്ന് ഈ മണവാട്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. ആ രക്ഷയുടെ പൂർത്തീകരണം ഒന്ന് ഓർത്തു നോക്കിക്കേ. അതിലൊന്ന് ഉള്ളം ബലപ്പെടട്ടെ, അതിലൊന്ന് ഉള്ളം കത്തട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കണ്ടോ, ഈ രക്ഷ പൂർത്തീകരിക്കുന്ന ഒരു ദിനമുണ്ട്. ശുദ്ധരന്ന് പാടും. എന്തു പാടും? രക്ഷാദാനം. രക്ഷ നിനക്കുള്ളത് കർത്താവേ, ദ സാൽവേഷൻ ബിലോങ്സ് ടു യു. അന്ന് പാടും. ദൈവത്തിന്റെ കുഞ്ഞാട് കിരീടം ധരിച്ച് മഹത്വത്തിൽ ഇറങ്ങി വരുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ പറയുവാണ്, അവൻ സിംഹാസനത്തിന്റെ മേൽ മഹിമയോട് ഇരിക്കുന്നത് അവൻ കാണുമ്പോഴും അവനെ അറക്കപ്പെട്ട ഒരു കുഞ്ഞാട് പോലാണ് കാണുന്നത്. സ്തോത്രം. മഹിമയോട് യേശു വരുമ്പോഴും, തേജസ്സോടെ യേശു വരുമ്പോഴും അവന്റെ കയ്യിൽ ആണിപ്പഴുതിന്റെ പാട് കാണും. അവന്റെ മാർവിൽ അവന്റെ അവിടെ കുത്തി പാട് കാണും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്താണെന്നറിയാമോ? അന്നും നമ്മൾ ഓർക്കും, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ വിശുദ്ധി കാരണമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് എന്റെ ഒരു മിടുക്ക് കാരണമല്ല, ഞാൻ ഇവിടെ നിൽക്കുന്നത് അവന്റെ കയ്യിലുള്ള ആണിപ്പഴുതുകൾ കാരണമാണ്. ഉള്ളത് വിറയ്ക്കും, നന്നായിട്ടൊന്ന് ബലപ്പെടണം. നമ്മുടെ ഉള്ളം ശരിക്കായിട്ടൊന്ന് ബലപ്പെടണം. പ്രൈസ് ദി ലോർഡ്. പ്രവാചകന്റെ ജോലി എന്താണെന്നറിയാമോ? പ്രവാചകന്റെ ജോലി, യോഹന്നാൻ സ്നാപകനോട് സക്കറിയാവ് പ്രവചിച്ചു പറയുക, തന്റെ ജനത്തെ രക്ഷയുടെ പരിജ്ഞാനത്തെ പകർന്നു കൊടുക്കുന്ന ഒരു പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. എന്തുവാ? രക്ഷയുടെ പരിജ്ഞാനത്തെ, യേശുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. യേശുവിൽ കൂടെ നമുക്ക് കിട്ടിയ സൗജന്യമായ നീതീകരണം. 2 പത്രോസ് അവരെ ബലപ്പെടുത്തുവാണ്. രക്ഷയിൽ നമ്മൾ സൗമ്യമായിരിക്കണം. ശകാരത്തിന് ശകാരം, പകരത്തിന് പകരം നാം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം ഒന്ന് വായിക്കാമോ? 3:9. സൗമ്യത. എന്തുവാണ് ആ സൗമ്യതയുടെ പരിപൂർണത? ഒന്ന് ശ്രദ്ധിച്ചേ. ദോഷത്തിന് ദോഷവും
ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പീൻ. തിന്മയ്ക്ക് പകരം നിങ്ങൾ കൊടുക്കേണ്ട എന്താണ്? അനുഗ്രഹമാണ് കൊടുക്കേണ്ടത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ലോകം ചെയ്ത ഏറ്റവും വലിയ തിന്മയാണ് ദൈവം ഈ ലോകത്തിലേക്ക് ഭൂജാതനായി വന്നു. ലോകത്തിൽ മനുഷ്യന്റെ ഇടയിൽ വിശുദ്ധിയോടെ ജീവിച്ചു. സ്നേഹസ്വരൂപനായി, സ്നേഹസമ്പൂർണനായി ഈ ലോകത്തിൽ ഇറങ്ങി വന്ന് ഒരു മനുഷ്യനും ദോഷം ചെയ്യാതെ സകലരുടെ രക്ഷയ്ക്കായി അവൻ ജീവിച്ചു. ഈ ലോകം കൊടുത്ത ഏറ്റവും വലിയ തിന്മ, ഈ ലോകം ചെയ്ത ഏറ്റവും വലിയ തിന്മ, നമ്മൾ ഉൾപ്പെടെ ഏറ്റവും വലിയ തിന്മ, ഏറ്റവും നന്മ ഈ ലോകത്തിൽ ചെയ്തവനെ നഗ്നമായി നാം ക്രൂശിൽ ക്രൂശീകരിച്ചു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ നന്മ ചെയ്ത യേശുവിനെ ഈ ലോകം ഏറ്റവും ക്രൂരമായി ആ യേശുവിനോട് പ്രതികരിച്ചു. ഈ ലോകത്തിന് വേണ്ടി ഏറ്റവും അധികം ജീവൻ കൊടുത്ത, രക്തം കൊടുത്ത, ലോകത്തിന്റെ വിടുതലിന് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി മുഴുവനും ജീവിച്ച, നിസ്വാർത്ഥനായി നമ്മുടെ വിടുതലിന് വേണ്ടി മാത്രം ജീവിച്ച യേശുവിന് ലോകം എന്തോ കൊടുത്തു? ലോകം അവന് ക്രൂശ് കൊടുത്തു. അവൻ അർഹിക്കാത്തത് ലോകം അവന് കൊടുത്തു. അവൻ എന്തോ തന്നു പകരത്തിന്? അവൻ പകരത്തിന് നമുക്ക് അനുഗ്രഹത്തെ നൽകി തന്നു. ഓ, യേശുവിനെ ഓർത്തുള്ളൂ. എന്തൊരു ആശ്വാസമാണെന്നറിയാം ഹൃദയത്തിൽ. ഭയങ്കര ഒരു ആശ്വാസമാണ് ഹൃദയത്തിൽ. പ്രൈസ് ദി ലോർഡ്. അവസാനത്തിൽ ഒന്ന് രക്ഷയെ പറ്റി പറയുന്നു, രണ്ട് സൗമ്യത. സ്തോത്രം. മൂന്നാമത്തെ കാര്യമാ അതിൽ, ആ സെക്ഷനിൽ അതിൽ പെടുന്ന വാക്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ഇപ്പം പങ്കിട്ടത്. മൂന്നാമത്തെ കാര്യമാണ് കഷ്ടതയെ നേരിട്ട് ആ സബ്ജക്റ്റ് ഡീല് ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിൽ, സഫറിങ്ങിനെ പറ്റി നേരിട്ട് അതിൽ എങ്ങനെ നാം പ്രതികരിക്കണം, പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ പറയുവാണ്. കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ രക്ഷയിൽ ബലപ്പെടണം, സൗമ്യമായി ഇരിക്കണം. എന്നിട്ട് പ്രായോഗികമായ ചില നിർദ്ദേശങ്ങൾ പറയുകയാണ്. പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പറയുന്നതിന് മുമ്പ് ഈ കഷ്ടതയുടെ ചില കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 3:9 പറയുന്നത്, ഇതിനാ നാം വിളിക്കപ്പെട്ടത്. ഇത് നമ്മുടെ വിളിയാണ്. സ്തോത്രം. എന്താ വിളി? നമ്മുടെ വിളി നന്മ ചെയ്തിട്ട് തിന്മ അനുഭവിക്കുക. പ്രൈസ് ദി ലോർഡ്. അതാ നമ്മുടെ വിളി. എന്ത് പറഞ്ഞാലും അത് ആത്മലോകത്തിലും അനുഭവിക്കും, ആത്മീയൻ എന്ന് പറയുന്നവരുടെ ഇടയിൽ കൂടെ അനുഭവിക്കും, ജഡികന്മാരിൽ കൂടെയും നമ്മൾ അനുഭവിക്കേണ്ടി വരും. സ്തോത്രം. ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ കൂടെ അനുഭവിക്കേണ്ടി വരും, ചിലപ്പോൾ സ്വന്തം ചർച്ചിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അന്നേരം ഓർത്തു കൊള്ളണം, അന്നേരം അവിടെ കിടന്ന് പിറുപിറുത്ത് വഴക്കുണ്ടാക്കല്, കാണിച്ചു തരാം പറയരുത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിന്റെ തല ഇടുത്തി വീഴും പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും പറയരുത്. ഒറ്റ കാര്യം ഓർത്തോണം, ഞാൻ ഇതിനാ വിളിക്കപ്പെട്ടത്. സ്തോത്രം. എന്നെ ദൈവം വിളിച്ചത് ഇതിനാണ്. യേശുവിനെ ദൈവം ഇതിനാണ് വിളിച്ചത്, എന്നെയും ദൈവം ഇതിനാണ്. 3:14 പറയുന്നത് ഇതൊരു അനുഗ്രഹമാണ്. 3:14 ഒന്ന് വായിച്ചേ. 3:14. നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ഭാഗ്യവാന്മാർ. ഓ, പ്രൈസ് ദി ലോർഡ്. നീതി നിമിത്തം. നീതി എന്ന് പറയുമ്പോ റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത നിമിത്തം. പ്രൈസ് ദി ലോർഡ്. റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്ത നിമിത്തം നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ ഭാഗ്യവാന്മാർ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഭയങ്കര പാടാണ് ഇതൊന്ന് ദഹിച്ചു കിട്ടാൻ. ഇതൊന്ന് ദഹിച്ചു കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭാഗ്യവാന്മാർ. 4:1 എന്തോ പറയുന്നേ കഷ്ടതയെ പറ്റി? ക്രിസ്തു ജഡത്തിൽ കഷ്ടം അനുഭവിച്ചത് കൊണ്ട് നിങ്ങളും ആ ഭാഗ്യം തന്നെ ആയുധമായി ധരിപ്പീൻ.
ഓ, ഈ കഷ്ടം ഒരു ആയുധമാണ്. ഈ കഷ്ടം ഒരു ആയുധമാണ്. കഷ്ടം ഒരു വിളിയാണ്. സ്തോത്രം. ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകുമ്പോൾ അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 3, ഇതൊരു ആയുധമാണ്. 4ന്റെ 2 എഴുതിയിട്ടുണ്ട്, ഇതൊരു ശുദ്ധീകരണത്തിന്റെ, ദൈവം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. പ്രൈസ് ദി ലോർഡ്. 5, 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലുണ്ട്, ഇത് ദൈവത്തിന്റെ ഒരു എക്സാമിനേഷൻ ആണ്, ശോധനയാണ്. എന്തുവാണ്? ദൈവത്തിന്റെ ഒരു ശോധനയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, എന്തോ അടുത്ത ലെവൽ ഒരു മിനിസ്ട്രി, അടുത്തൊരു ലെവലിലേക്ക് ഉള്ള ഒരു അഭിഷേകം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ പോവാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവം എന്തോ ചെയ്യുന്ന ഈ കഷ്ടതയിൽ കൂടെ എന്നറിയാമോ? ഈ കഷ്ടതയിൽ കൂടെ ദൈവം തകർക്കുന്ന എന്റെ സ്വയത്തെയാണ്, സ്വയത്തെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണ്ടി ഞാൻ പ്രയോജനപ്പെടണമെങ്കിൽ ഏറ്റവും അധികം തകരേണ്ടിയത് എന്റെ സ്വയമാണ്. സ്വയം. ഏറ്റവും വലിയ വിഗ്രഹം നമ്മുടെ ഈ സ്വയമാണ്. സ്വയം. നമുക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണ്. നമ്മുടെ ഏറ്റവും വലിയ വിഗ്രഹം നമ്മൾ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. 40 വർഷത്തെ മിസ്രൈമിലെ ഗ്രാജുവേഷൻ കഴിഞ്ഞ്, അഭ്യാസം കഴിഞ്ഞ് ഒരുവൻ ഇറങ്ങിയപ്പോൾ ആ സ്വയം പൊങ്ങി നിൽക്കുകയായിരുന്നു. ആ സ്വയത്തിനൊരു ചിന്ത ഉണ്ടായിരുന്നു. മോശയുടെ സ്വയത്തിന് ഒരു ചിന്ത ഉണ്ടായിരുന്നു, എനിക്ക് ദൈവത്തിന്റെ പദ്ധതി ചെയ്യാം. അടുത്ത 40 വർഷം ആ മോശയെ ദൈവം തകർത്തു, ഉടച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ഉടയ്ക്കും, അവൻ പണിയും, നല്ല പാത്രമായി അവൻ മെനഞ്ഞെടുക്കും. സ്തോത്രം. കഷ്ടതയിൽ കൂടെ ദൈവം ചെയ്യുന്ന എന്തുവാന്നറിയാമോ? മിദ്യാനിലത്തെ മരുഭൂമിയിൽ ദൈവം ചെയ്യുന്ന എന്തുവാന്നറിയാമോ? ശൂന്യതകളിൽ ദൈവം ചെയ്യുന്ന എന്തുവാന്നറിയാമോ? ശൂന്യതകളിൽ ദൈവം ചെയ്യുന്ന നമ്മുടെ സ്വയത്തെ ദൈവം തകർക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സ്വയത്തെ. അതാണ് ദൈവത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു പ്രശ്നം. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും തടസ്സമായി നിൽക്കുന്ന ഒരു പ്രശ്നം. ഈ പത്രോസിന് അത് നന്നായിട്ട് അറിയാം. പ്രൈസ് ദി ലോർഡ്. പുള്ളി യേശുവിനെ പോലും ഉപദേശിച്ച ആളാ. യേശു ഒരു ദൂത് പറഞ്ഞപ്പോൾ നേരത്തെ പുള്ളി നല്ലൊരു വെളിപ്പാട് പറഞ്ഞുകൊണ്ട് അപ്പത്തേന് പുള്ളിക്ക് കേറി, ഞാൻ നല്ലൊരു പ്രവാചകനാ, എനിക്ക് നല്ല വെളിപ്പാടുണ്ട്. അപ്പത്തേന് പുള്ളി യേശുവിനെ ഉപദേശിക്കാൻ ആയി. സ്വയം, നെഗളം, ഉയർച്ച, ഉന്നത ഭാവം, ഇത് പെട്ടെന്നാണ് മനുഷ്യന്റെ അകത്ത് കയറുന്നത്. പെട്ടെന്നാണ് മനുഷ്യന്റെ അകത്ത് കയറുന്നത്. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടിന്റെ ആധിക്യം നിമിത്തം ഞാൻ നെഗളിച്ചു പോകാതിരിപ്പാൻ ദൈവം ഒരു ശൂലം കുത്തുവാൻ എന്റെ ജീവിതത്തിൽ അനുവദിച്ചു. ഞാൻ മാറിപ്പോകുവാൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്നോട് മറുപടി പറഞ്ഞത്, മാറത്തില്ല, പക്ഷെ തരണം ചെയ്യുവാനുള്ള ഒരു കൃപ, ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ഒരു ദൈവശക്തി, നീ ഒന്നുമല്ല, നിന്നിൽ വ്യാകരിക്കുന്ന ദൈവശക്തിയാണ് എല്ലാം എന്ന് നിനക്ക് തിരിച്ചറിയുവാൻ, പൗലോസെ ഞാൻ അനുവദിച്ച ഒരു ശൂലമാണെന്ന് തിരിച്ചറിയുവാൻ. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ആത്മാവിൽ എനിക്ക് ചിലവരോട് അക്കമിട്ട് ദൂത് പറയാനുള്ളത്, നിങ്ങൾ നേരിടുന്ന ചില പ്രതിസന്ധികളെ നോക്കി അതും ഇതും പറഞ്ഞ് പിറുപിറുത്തോണ്ടിരിക്കാതെ, അതേതാണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മളാണ് അവിടെ തകരേണ്ടിയത്, നമ്മളാണ് അവിടെ താഴേണ്ടിയത്, നമ്മളാണ് അവിടെ ഒഴിയേണ്ടിയത്. ആ പാനപാത്രത്തിൽ നമ്മുടെ അകമൊന്ന് ക്ലിയർ ആയാൽ അവന്റെ അഭിഷേകത്തിന്റെ നിറവ് അവൻ നമ്മളിൽ പകരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ജീവിതത്തിൽ വന്ന രോഗം, ദുഃഖം, പ്രയാസം, എത്രയോ തകർച്ചയിൽ കൂടെ ദൈവം നമ്മളെ കടത്തി വിട്ടു. ഇവിടെ എല്ലാം നമുക്ക് എന്ത് നഷ്ടമുണ്ടായി? നമുക്ക് ഒരു നഷ്ടം ഉണ്ടായില്ല. നമുക്ക് നഷ്ടമുണ്ടായ നമ്മുടെ ആ പന്ന ജഡം ഉണ്ടല്ലോ, അത് തകർന്നു. സ്തോത്രം. നമ്മുടെ ആ പന്ന സ്വയമനുഷ്യനുണ്ടല്ലോ, ദൈവത്തിന് വിരോധമായി നിൽക്കുന്ന ആ ജഡത്തിന്റെ മരണം വിതയ്ക്കുന്ന പ്രവർത്തികളുണ്ടല്ലോ,
അതിനെയാണ് ദൈവം ക്രൂശീകരിച്ചത്. അതാണ് അവിടെ ചത്തത്. അതാണ് ദൈവം ഡീൽ ചെയ്തത്. അതങ്ങോട്ട് മാറുമ്പോ നമ്മൾ അടുത്തത് ഇച്ചിരൂടെ ശോഭയോടാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് കഷ്ടത്തിൽ നമ്മൾ ഇതിനെ ഒന്നും കണ്ട് പിറുപിറുക്കല്ല്. അതിനെ ശാസിക്കൽ എത്ര ശാസിച്ചാലും അത് പോകത്തില്ല. ദൈവം അനുവദിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ വന്നിരിക്കും. അത് നമ്മൾ എത്ര ശാസിച്ചാലും എത്ര പറഞ്ഞാലും അത് പോകത്തില്ല. ദൈവഹിതപ്രകാരമുള്ള കഷ്ടമാണ് ഞാൻ പറയുന്നത്. ദൈവഹിതപ്രകാരമുള്ള. എന്നാൽ ദൈവഹിതപ്രകാരം അല്ലാത്ത കഷ്ടങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതും ദൈവമക്കൾ തിരിച്ചറിയണം. ദൈവ വഴി വിട്ടുപോയി കഴിഞ്ഞാൽ ദൈവഹിതപ്രകാരമല്ലാത്ത ചില കഷ്ടങ്ങൾ ജീവിതത്തിൽ കടന്നു വരും. അത് അവരവര് തിരിച്ചറിയുക. പ്രൈസ് ദി ലോർഡ്. ആ സബ്ജക്റ്റ് അല്ല ഇപ്പൊ ഇവിടെ ഡീൽ ചെയ്യുന്നത്. സ്തോത്രം. അന്നേരം ഈ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം? 1, പകരം ചെയ്യല്. 2, താഴ്മയോടിരിക്കണം. 3, ക്രിസ്തുവിന്റെ ഭാവം നമ്മുടെ അകത്ത് നമ്മൾ വെക്കണം. 4-ാമത്തെ കാര്യമാണ് 4:7 വായിച്ച്. എന്തുവാ? സകലത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. ആയാൽ സുബോധമുള്ളവരായി നിർമ്മതരായി പ്രാർത്ഥനയ്ക്ക് ഉറ്റിരിക്കണം. അതിന്റെ അർത്ഥം പറഞ്ഞതിന്റെ സാരം പത്രോസ് പറയുക, നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വളരെ മോശമാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നാം ജീവിക്കേണ്ടത് നിത്യതയുടെ കാഴ്ചപ്പാടിലാണ്. ഇന്ന് സഹിക്കുന്ന ലഘുവായ കഷ്ടം എന്നിൽ വെളിപ്പെടാൻ പോകുന്ന അനവധി തേജസ്സിന്റെ ഘനമോർക്കുമ്പോൾ, സ്തോത്രം, അതിനെ സാരമില്ല എന്ന് ഞാൻ എണ്ണും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ? പ്രൈസ് ദി ലോർഡ്. അത് നിത്യതയുടെ കാഴ്ചപ്പാടിൽ ജീവിച്ചാൽ, നിത്യത അകത്ത് കത്തിയാൽ, നിത്യതയ്ക്ക് വേണ്ടിയാണ് ഞാൻ മുന്നോട്ട് നടക്കുന്നതെന്ന് ഞാൻ ഓർത്താൽ, ഒരു വലിയ പന്തിയുണ്ട്, രാജാതിരാജൻ മടങ്ങി വരുന്നുണ്ടെന്ന് ഞാൻ ഓർത്താൽ, സ്തോത്രം, കഷ്ടതയെ തരണം ചെയ്യുവാനുള്ള ഒരു പുതുബലം എൻ്റെ അകത്ത് വ്യാപരിക്കും. സകലത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് ആവർത്തിച്ച് ഈ ലേഖനത്തിൽ പത്രോസ് പറയുന്നുണ്ട്. അവസാനത്തെ പറ്റി, നിത്യതയെ പറ്റി. 1-ാം അധ്യായത്തിൽ ജീവനുള്ള പ്രത്യാശയാണ്. പിന്നെ യേശുവിനെ വെളിപ്പെടുന്ന ദിനം. അങ്ങനെ ആവർത്തിച്ച് പല വാക്യങ്ങളുണ്ട്. ഒരു 7-8 വാക്യങ്ങളുണ്ട്. പലതവണയായിട്ട് ഈ ലേഖനത്തിൽ പറയുന്നുണ്ട് യേശുവിന്റെ മടങ്ങി വരവിനെ പറ്റി. അതെന്തുവാ പത്രോസ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? പ്രിയരെ, ലോകത്തിൽ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നാം നമ്മുടെ കുറ്റികൾ ഉറപ്പിക്കേണ്ടത്, നമ്മുടെ വേരുകൾ ഉറപ്പിക്കേണ്ടത് ലോകത്തിലല്ല, വരുവാനുള്ള ഒരു ലോകത്തിന്റെ തേജസ്സെ നാം ഓർക്കണം. ഓർക്കുമ്പോൾ, സ്തോത്രം, ഓർക്കുമ്പോൾ എന്ത് ചെയ്യും? അതാണ് അടുത്ത കാര്യം. എന്ത് ചെയ്യണം? ഉറ്റിരിക്കണം. പ്രാർത്ഥനയ്ക്ക് ഉറ്റിരിക്കണം. 2 പദങ്ങളാണ് അവിടെ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ അടുത്ത വാക്യത്തിലേക്ക് കയറാം. 2 പദം. എന്തുവാ? സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. സുബോധമുള്ളവരും നിർമ്മതരുമായിരിക്കണം. അതിന്റെ അർത്ഥം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യം പ്രാർത്ഥനയ്ക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാ പ്രിയ ദൈവജനത്തോടും പരിശുദ്ധാത്മാവ് നിങ്ങളുടെ വിളിയെ പറ്റി ഇന്ന് രാത്രി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളെ ദൈവം ഈ കാലഘട്ടത്തിൽ കണ്ടിരിക്കുന്നത് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി. പ്രാർത്ഥിക്കുവാൻ വലിയ നിയോഗം പ്രാപിച്ചവർ, വലിയ അഭിഷേകം പ്രാപിച്ചവരാണ് എന്നെ ഈ രാത്രി കേൾക്കുന്നത്. അസാധാരണമായ പ്രാർത്ഥനയുടെ തലങ്ങൾ ജീവിതത്തിൽ പ്രായോഗികമാക്കുന്നവരാണ് ഇന്ന് ഈ രാത്രി എന്നെ കേൾക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് അടുത്തൊരാഴത്തിലേക്ക് നയിക്കുവാനുള്ള ചില ദൂതുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെടുവാണ്. ഈ വചനം നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ലെവലിൽ അടുത്തൊരു തലത്തെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവാണ്. ഇത് ആഴത്തിൽ വിശ്വസിച്ചോണം. നിങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കാൻ ഇരിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ അടുത്തൊരു തലത്തെ
പരിശുദ്ധാത്മാവ് ഓപ്പൺ ചെയ്ത് തരാൻ പോവുകയാണ്. അടുത്തൊരു തലത്തിലേക്ക് നിങ്ങളെ സ്റ്റെപ്പ് വെച്ച് ദൈവം കയറ്റുവാൻ പോവുകയാണ്. ആ പ്രാർത്ഥന തലം മാറാൻ പോവുകയാണ്. പത്രോസ് 1-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി പ്രാർത്ഥിച്ചതുപോലെയല്ല 10-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുന്നത്. 10-ാം അധ്യായത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദുപ്പട്ടി ഇറങ്ങി വരുന്നു, ദർശനം കാണുന്നു, താൻ വിവശനാകുന്നു, ആത്മവിവശനാകുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന തലമുണ്ട് പ്രിയരെ. ദൈവത്തിന്റെ വചനം അങ്ങനെ ഒരു പ്രാർത്ഥന തലത്തെ നമ്മളെ ഇന്ന് രാത്രി പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. പെന്തിക്കോസ്തുകാർ എന്തോ ആത്മപ്രവൃത്തിയെ എങ്ങോണ്ടൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ട്. ആത്മപ്രവൃത്തിയെ പെന്തിക്കോസ്തുകാർക്ക് ഒതുക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഫ്രെയിം വർക്കിലല്ല ആത്മാവ് പ്രവർത്തിക്കുന്നത്. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ പാരമ്പര്യമായി നമ്മൾ ചിന്തിച്ചിരിക്കുന്ന ഫ്രെയിം വർക്കിലല്ല, നമ്മുടെ ഫ്രെയിം വർക്കിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ആത്മാവുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥന തലത്തിലേക്ക് നമ്മൾ നീങ്ങണം. ആത്മവിവശതയിൽ പ്രാർത്ഥിക്കുവാണോ? ആത്മവിവശതയിൽ പ്രാർത്ഥിക്കുവാണോ? അത് സുവിശേഷ വേലയുടെ അല്ല, അത് സഭയുടെ അടുത്തൊരു തലത്തെ തുറക്കുവാണ്. ജാതികളുടെ ഇടയിൽ പോകാത്ത പത്രോസ്, യഹൂദന്മാര് ആ കെട്ടിനെ വർഷങ്ങളായി യുഗായുഗമായി നിലനിൽക്കുന്ന പാരമ്പര്യമായ ബന്ധനത്തെ, പാരമ്പര്യമായിട്ടുള്ള കെട്ടുകളെ പ്രാർത്ഥനയുടെ തലം പൊട്ടിച്ചെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ എനിക്ക് ചില ദൈവമക്കളോട് ദൂത് പറയാനുള്ളത്, നിങ്ങളെ പിന്തുടരുന്ന ചില പാരമ്പര്യ ശക്തികളെ നിങ്ങളുടെ ശുശ്രൂഷയിൽ അടുത്ത ലെവലിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത പിന്തുടരുന്ന ചില പൈശാചികമായ പാരമ്പര്യ ശക്തികളുടെ കെട്ടപ്പെട്ട അവസ്ഥകളെ പ്രാർത്ഥന പൊട്ടിക്കാൻ പോകുവാണ്. രൂപല ശബല രഗതന വചനത്തിൽ ഈ വെളിപ്പാടിനെ സ്വീകരിച്ച് ആത്മാവിൽ ഒന്ന് ജാഗരിച്ചാട്ടെ. ഈ വചനത്തിൽ കണ്ടോ, പ്രാർത്ഥനയിൽ ആ ദുപ്പട്ടി ദൈവം ഇറക്കി കാണിച്ച് ദൈവം പറയുവാണ്, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ മലിനമെന്ന് എണ്ണല്. കണ്ടോ, വർഷാവർഷമായി വർഷങ്ങളായിട്ട് യഹൂദന്റെ തലച്ചോറി കിടക്കുന്ന ആ പാരമ്പര്യമായിട്ട് കെട്ടിനെ സഭയ്ക്ക് വിരോധമായി, സഭയുടെ വളർച്ചയുടെ വിരോധമായി ഉയർന്നു നിൽക്കുന്ന പെന്തിക്കോസ്തിൽ തന്നെ പല അഴുക്കുകളുണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ അതിനൊന്നും പറയുന്നില്ല. വർഷങ്ങളായിട്ട് യൗവന ശുശ്രൂഷകരെ മുന്നോട്ട് കൊണ്ടുപോകാത്ത, കൃപയുള്ള ദൈവദാസന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാത്ത ഇസബേലിയ ശക്തികളുണ്ട്. യഥാർത്ഥ പ്രവാചകന്മാർ രംഗത്ത് വരാതെ അവരെ ഒതുക്കിക്കളയുന്ന ആഹാബി ഇസബേലിയ ശക്തികളുണ്ട്. ആത്മാവിൽ ഇന്ന് ഞാൻ ഈ ദൂത് പറയുമ്പോൾ റെസ്പോൺസിബിലിറ്റി ഉള്ള, ഭാരമുള്ള ചില ദൈവമക്കൾ ഉണർന്ന് പ്രാർത്ഥിക്കണം. ആ കെട്ടുകളെ ആ കെട്ടുകളെ പ്രാർത്ഥനയിൽ ദൈവം പൊട്ടിക്കാൻ പോവാണ്. നിന്റെ ശുശ്രൂഷയുടെ വേദികൾ തീരുമാനിക്കുന്ന സൂപ്രണ്ട് അല്ല, ശുശ്രൂഷയുടെ വേദി തീരുമാനിക്കുന്ന സെന്റർ പാസ്റ്റർ അല്ല, ഒരു നേതാവുമല്ല, ഒരു പാരമ്പര്യ പെന്തിക്കോസിലെ ഒരാളുമല്ല. അതിന് അതിര് കൽപ്പിക്കുവാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. അത് അതിരില്ലാതെ വ്യാപിക്കുവാൻ വേണ്ടി, സഭയെ അതിരില്ലാതെ വിശാലമാക്കുവാൻ വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ചിലരുടെ ഹൃദയത്തെ കത്തിക്കുന്നു. രുദനമനധര ചുടമല റിഗതല ധുരമല റിഗതല. കണ്ടോ, വർഷങ്ങളായിട്ട് ഒരു ഈ കെട്ടെന്ന് പറയുമ്പോ എന്തോ ഈ കെട്ടെന്ന് പറയുമ്പോ ചിന്താഗതിയാ. പ്രാർത്ഥന പൊട്ടിച്ച കെട്ടെന്തുവാന്നറിയാമോ? ചിന്താഗതിയാ പൊട്ടിച്ച്. നമ്മളെ പല ചിന്താഗതികളാ നമ്മളെ കെട്ടി വട്ടം കെട്ടി ഇങ്ങനെ നമ്മളെ മുന്നോട്ട് ശുശ്രൂഷയിലും നയിക്കത്തില്ല, സഭയുടെ അനുഗ്രഹത്തിനും വിടത്തില്ല, ദൈവരാജ്യ വ്യാപ്തിക്കും വിടത്തില്ല. വല്ലാതെ നമ്മളെ ഇട്ട് വട്ടം കറക്കും. നമ്മളെ ഈ ചിന്താഗതിയാ ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി ഉയർന്നു നിൽക്കുന്ന ഉയർച്ചകൾ, സങ്കല്പങ്ങൾ, ചിന്തകൾ ഈ മനസ്സിലാണത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ടാണ് ഇടപെടുന്നത്. എനിക്കത് ഭയങ്കര ബോധ്യമുണ്ട്. ആ ഭയങ്കര ദൈവവചന വെളിപ്പാടാണ് ആത്മാവ് ഇവിടെ തുറന്നു തന്നിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടേണ്ട ചിലവരാണ് എന്നെ കേൾക്കുന്നത്. സ്തോത്രം. ഇതിനൊന്നും പ്രതിഫലം നമുക്ക് ഈ ലോകത്തിലെ ഒരു പ്രസ്ഥാനവും തരത്തില്ല. പക്ഷെ നിത്യതയിൽ
നിത്യതയിൽ ഒരു യേശു കർത്താവ് നമ്മളെ സ്വീകരിക്കുമ്പോൾ അവൻ നമ്മളെ കിരീടങ്ങൾ ധരിപ്പിക്കും. നമ്മൾ ചെയ്ത പ്രവൃത്തിക്ക് യോഗ്യമാവണ്ണം പ്രതിഫലം അവിടെ കിട്ടും. സ്തോത്രം. ഈ കാലഘട്ടത്തിൽ പ്രയോജനപ്പെടേണ്ട ചില വിശുദ്ധന്മാര് എന്നെ ഇന്ന് രാത്രി കേൾക്കുന്നുണ്ട്. ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതൊരു ഭയങ്കര ഭാരമായിട്ടാണ് വരുന്നത്. നിങ്ങളുടെ അകത്തൊരു വലിയ നിയോഗത്തിന്റെ പുതപ്പിനെ ദൈവം പകരുന്നുണ്ട്. ഏലീശയുടെ മേൽ വന്ന പുതപ്പ് പോലാണ്. ഏലിയാവിനെ ഒതുക്കാൻ നോക്കിയ രാഷ്ട്രീയ മണ്ഡലത്തെ പൊട്ടിച്ചോണ്ടാണ് ഏലീശ അടുത്ത രംഗത്ത് ഇറങ്ങുന്നത്. അവനെ രാജ്യങ്ങളുടെ രാജാക്കന്മാർക്ക് ഒതുക്കാൻ പറ്റിയില്ല. അരാമ്യ സൈന്യത്തിലെ രാജാവിടുന്ന അരമനയിൽ ചിന്തിക്കുന്ന കാര്യം ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ വെളിപ്പെടും. എന്താണെന്നറിയാമോ? ആ പ്രാർത്ഥനയിൽ ആ രാജ്യങ്ങളുടെയും ആ ദേശാപതി ശക്തികളുടെ കെട്ടുകളെ പൊട്ടിച്ചോണ്ട് ഒരു പ്രവാചകൻ എഴുന്നേൽച്ചിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ട് പ്രിയ ദൈവമക്കളെ. പ്രാർത്ഥനയ്ക്ക് അസാധാരണമായ ശക്തിയുണ്ട്. സഹോദരം, പ്രൈസ് ദി ലോർഡ്. ദൈവം കണ്ടിരിക്കുന്ന വേദികളിൽ നിങ്ങൾ നിൽക്കും. ദൈവം കണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ നിങ്ങൾ പോകും. ദൈവം കണ്ടിരിക്കുന്ന ആത്മാക്കളെ രക്ഷയിൽ നിങ്ങൾ നയിക്കും. ദൈവം കണ്ടിരിക്കുന്ന രോഗികളെ നിങ്ങൾ സൗഖ്യമാക്കും. ദൈവം കണ്ടിരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ പ്രവചിക്കും. ദൈവം കണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾ സാമ്പത്തികമായി സഹായിക്കും. ദൈവം കണ്ടിരിക്കുന്ന ദൈവദാസന്മാരുമായിട്ട് ദൈവം നിങ്ങൾക്ക് കണക്ഷൻ തരും. ദൈവം കണ്ടിരിക്കുന്ന വ്യക്തികളുമായിട്ട് ദൈവം നിങ്ങളെ കണക്ട് ചെയ്യും. ദൈവം കണ്ടിരിക്കുന്ന ഭൂഖണ്ഡങ്ങളിലേക്ക് ദൈവം നിങ്ങളെ ചിതറി എറിയും. നിങ്ങളുടെ തലമുറകളെ ദൈവം കണ്ടിരിക്കുന്ന പദ്ധതിയിലേക്ക് ദൈവം അവരെ അയക്കും. പക്ഷെ പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയിൽ ആ കെട്ടുപൊട്ടിക്കണം. അവരുടെ മേലുള്ള ഭൗതികത്തിന്റെ ആ വല്ലാത്ത കെട്ട് പൊട്ടിക്കണം. സഹോദരം, പ്രൈസ് ദി ലോർഡ്. അവരുടെ മേലുള്ള എല്ലാ സംശയത്തിന്റെ കെട്ട് പ്രാർത്ഥനയിൽ പൊട്ടിക്കണം. അവരുടെ മേലുള്ള എല്ലാ ഈ സംസ്കാരത്തിന്റെ കെട്ട് പൊട്ടിക്കണം. ഒരു വല്ലാത്ത സംസ്കാരമായി ഇപ്പോഴത്തെ സംസ്കാരം. ആ സംസ്കാരത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പല കെട്ടുകൾ വീഴുന്നുണ്ട്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിപരീതമായി പ്രാർത്ഥന അത് പൊട്ടിക്കും. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ബലമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഭയങ്കര മൂർച്ചയുണ്ട്. പ്രാർത്ഥന നിത്യതയുടെ വെളിപ്പാടുള്ള ദൈവജനം പ്രാർത്ഥിച്ചുണരണം. ഇതൊരു ഉണർവിന്റെ കാലമാണ്. അന്ത്യകാലത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ പകരും. പുത്രന്മാരും പുത്രിമാരും എഴുന്നേൽക്കാൻ പോവാണ്. യൗവനക്കാര് സഭയെ നയിക്കുന്ന യുവ തലമുറ എഴുന്നേൽക്കാൻ പോവാണ്. നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേലും പാരമ്പര്യമായിട്ട് പല നേതാക്കന്മാര് രാഷ്ട്രീയം കളിച്ചും പല കാര്യത്തിന്റെ പുറകിൽ ഓടുമ്പോൾ, പണത്തിന്റെ പുറകിൽ ഓടുമ്പോൾ, സ്ഥാനത്തിന്റെ പുറകിൽ ഓടുമ്പോൾ, ഇതിന്റെ ഇടയിൽ ദൈവം ചില യൗവനക്കാരെ അഭിഷേകത്തോടെ എഴുന്നേൽപ്പിക്കും. ആർക്കും നിർത്താൻ പറ്റത്തില്ല. അവരെയൊന്നും ആർക്കും നിർത്താനും തടയാനും പറ്റത്തില്ല. അവരുടെ ശുശ്രൂഷയ്ക്കൊന്നും ആർക്കും പരിമിതി കൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താണെന്നറിയോ? പ്രാർത്ഥന ആ കെട്ടുകളെ പൊട്ടിക്കും. സന്തന രഗതന ചുടമന റിഗതന ദുരമന റിഗതന ചുടമന റിഗതന മനധര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ ചിലവരെ നിയോഗിക്കണമേ. കർത്താവെ കാലഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ചിലവരെ നിയോഗിക്കണമേ. അതിനാ പത്രോസ് പറയുന്നേ, സുബോധം വേണം പ്രാർത്ഥിക്കാൻ. കടന്നുറങ്ങരുത്. ഭൗതികമായിട്ടും ആത്മീയമായിട്ടും. ഇത് പത്രോസിനോട് ഗെത്സമനെ തോട്ടത്തിൽ യേശു പറഞ്ഞ ആ വാക്ക് തന്നെ. 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്ക്. സമയം വല്ലാത്ത സമയമാ പത്രോസെ. ആ ഇരുട്ട് വരുന്ന ഒരു സമയമാ. നിങ്ങളെങ്കിലും കൂടെ നിങ്ങളെ എല്ലായിടത്തും ഞാൻ കൊണ്ടുപോയതല്ലേ. നിങ്ങളെങ്കിലും ഇത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്ക്. വല്ലാത്ത സമയമാ. അന്നേരം സുബോധമുള്ളവരായി തീരണമെന്ന് പറഞ്ഞാൽ മയക്കത്തീനും ഉറക്കത്തീനും എഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തെ വിവേചിക്കണം. എന്തുവാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇന്നൊരു കാലഘട്ടത്തിൽ ദൈവത്തിന് എന്തുവാണ് ചെയ്യാനുള്ളത്? ഇതിന്റെ അകത്ത് ഇത് പറയുമ്പോ ദൈവം ഹന്നയെ ഓർമ്മിപ്പിക്കുന്നു. ഹന്ന തന്റെ ശൂന്യതയിൽ ഒരു മകനെ കിട്ടാൻ പ്രാർത്ഥിച്ചത് തന്റെ ശൂന്യത മാറാൻ വേണ്ടി മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു ശൂന്യത മാറണം.
അവിടെ ഏലി പുരോഹിതന്റെ മക്കൾ മാതൃകയോടെ ശുശ്രൂഷ നയിക്കേണ്ടിയവർ കറപ്റ്റഡ് ആയി പോയപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്ത, ഗർഭമടഞ്ഞ, ശൂന്യത ഉള്ള ഒരു അന്ന പ്രാർത്ഥിക്കാൻ തയ്യാറായി. സ്വതന്ത്രം. കാലഘട്ടത്തെ വിവേചിച്ചു. താൻ പറഞ്ഞു, ഒരു പുരുഷ പ്രജയെ ദൈവം തരണം, ഒരു പൈതലിനെ മാത്രമല്ല ഒരു മകനെ തരണം. എന്തിന്? ഇസ്രായേലിലെ ശൂന്യത മാറ്റുന്ന, ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേലിലെ ചരിത്രം കണ്ട മൂന്ന് അഭിഷേകമുള്ള അസാധാരണമായ ഒരു പ്രവാചകൻ മാത്രമല്ല, ഒരു ജഡ്ജ്, ഒരു കിങ്ലി, ഒരു രാജകീയ അഭിഷേകം തന്റെ മേലുണ്ട്. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുന്ന, രാജ്യത്തെ നയിക്കുന്ന, ഒരു അസാധാരണമായ അനോയിന്റിംഗ് ഉള്ള ഒരു ദൈവ മനുഷ്യനെ എഴുന്നേൽപ്പിക്കാൻ ഒരമ്മയെ ദൈവം ഉപയോഗിച്ചു, ഒരന്യ ദൈവം ഉപയോഗിച്ചു, അവളുടെ പ്രാർത്ഥന ദൈവം ഉപയോഗിച്ചു. കാരണം എന്താണെന്നറിയാമോ? കാലഘട്ടത്തെ വിവേചിച്ചു. പെന്തിക്കോസ്തിന്റെ തിന്മ കണ്ട് ഫേസ്ബുക്കിൽ കടന്ന് കസർക്കുന്ന ആൾക്കാരെല്ലാം നമുക്ക് വേണ്ടിയേ. പെന്തിക്കോസ്തിന്റെ തിന്മ കണ്ടോണ്ട്, ദൈവജനത്തിന്റെ വീഴ്ച കണ്ടോണ്ട് കാലഘട്ടത്തെ വിവേചിച്ച്, കാലഘട്ടത്തിന്റെ ആവശ്യം ഇന്നതെന്ന് രാവും പകലും ദൈവസന്നിധി നീതിക്ക് വേണ്ടി കരയുന്ന ഒരു വിധവയെ പോലെ. നിങ്ങൾ ലൂക്കോസ് 18 എടുത്ത് വായിച്ചു നോക്കണം. 17-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന്റെ അവസാന കാലത്തെ പറ്റി പറയുകയാണ്. പറഞ്ഞിട്ട് യേശു കർത്താവ് പറയുക, തന്റെ മടങ്ങി വരവിനെ പറ്റി പറഞ്ഞിട്ട് പറയുക, ശിഷ്യരോട് പറയാം, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരായി തീരണം. എങ്ങനെ? അനീതിയുള്ള ഒരു ന്യായാധിപനോട് ഒരു വിധവ കടന്ന് പ്രാർത്ഥിച്ചതുപോലെ. അത് രാവും പകലും തന്റെ മക്കള് നീതി നടപ്പാകാൻ വേണ്ടി. എന്ത് നീതി? പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിൽ നീതിയാണോ നടന്നുകൊണ്ടിരുന്നേ? എന്ത് അനീതിയാ അവിടെ നടന്നുകൊണ്ടിരുന്നേ? ആത്മപൂർണനായ യേശു ശുശ്രൂഷിച്ചപ്പോഴും ആത്മീയ നേതാക്കന്മാരെന്ന് ചമഞ്ഞ് ആൾക്കാർ അസൂയപ്പെട്ട് അവരെ വിരോധിച്ച്, അവനെ ക്രൂശീകരിച്ച അനീതി നടക്കുന്ന ഒരു കാലഘട്ടം. സ്തോത്രം. സ്വന്തം വീട്ടിൽ പൂർണ്ണനായി ഒരു തെറ്റും ചെയ്യാതെ ജീവിച്ചിട്ട് സ്വന്തം സഹോദരങ്ങൾ തള്ളി പറഞ്ഞ ഒരു യേശു. സ്തോത്രം. അനീതി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആ കാലഘട്ടത്തെ വിവേചിച്ചുകൊണ്ട് യേശു പറയുക, ഈ മലയോട് നീങ്ങി നീ പറഞ്ഞാൽ അത് സമുദ്രത്തിൽ കയറും. ആ പള്ളിയെ നോക്കിക്കൊണ്ടാ പറയുന്നേ. ആ മതപരമായിട്ടുള്ള സിസ്റ്റത്തെ ഇന്ന് പെന്തിക്കോസ്ത് ഒരു മതമായി. ഇന്ന് ക്രൈസ്തവ ലോകത്തിൽ ഈ ക്രിസ്ത്യൻ മതത്തെ നോക്കിക്കൊണ്ട് ഇന്ന് ഞാൻ പറയുക, ഈ മലയോട് സമുദ്രത്തിൽ വീഴാൻ നീ കൽപ്പിച്ചാൽ, ഈ കെട്ടപ്പെട്ട ഈ വല്ലാത്ത ഈ അന്തരീക്ഷത്തോട് സമുദ്രത്തിൽ പോകാൻ കൽപ്പിച്ചാൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം പ്രാർത്ഥനയിൽ നിറവേറും കേട്ടോ. അന്ത്യകാലത്തിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സകല ജഡത്തിന്മേൽ അയക്കും, പുത്രന്മാർ പുത്രിമാർ പ്രവചിക്കുന്ന യുവതലമുറകളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ചിലവരൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രവചിക്കുവാനും പ്രസംഗിക്കുവാനും സുവിശേഷ വേല ചെയ്യുവാനും. ഞാനൊരു ബൈബിൾ കോളേജ് അധ്യാപകനൂടെ ആയിരുന്നു. എനിക്കറിയാം ഇപ്പം ബൈബിൾ കോളേജിൽ ഒത്തിരി പേർക്ക് വരാൻ താല്പര്യമില്ല. ദൈവവചനം പറയാൻ പലർക്കും താല്പര്യമില്ല. നല്ല കാര്യം, കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കട്ടെ, നല്ല സ്ഥലത്ത് പോട്ടെ, പോന്ന സ്ഥലത്തെങ്കിലും കറക്റ്റായി വേല ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്. പണം, സുഖം, ഇത് മാത്രം ചിന്തയുള്ള ഒരു തലമുറയായി മാറി. എന്തോ നമുക്ക് എവിടാണ്ടോ ഒരു പാളിച്ച പറ്റി. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കാലഘട്ടത്തെ വിവേചിക്കുക. പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടണമെങ്കിൽ സുബോധം, ഉണരുക, കണ്ണു തുറന്ന് നോക്ക്, എല്ലാത്തിനെയും കണ്ണു തുറന്ന് വിവേചിക്ക്, തിരിച്ചറിയ. തിന്മ നന്മ എന്ന് പറയാതെ, നന്മ തിന്മ എന്ന് പറയാതെ, ഒരു വല്ലാത്ത കാലഘട്ടം. പാപം എന്ന് പറയുവാൻ എഴുന്നേൽക്ക്, പാപം എന്ന് പറയുവാൻ വാ തുറക്ക്. കാലഘട്ടത്തെ വിവേചിക്ക്. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടത്തെ വിവേചിക്ക്. പ്രൈസ് ദി ലോർഡ്. ഉസിയാവ് മരിച്ച ആണ്ടിൽ കാലഘട്ടത്തെ വിവേചിച്ച ഒരു പ്രാർത്ഥന മനുഷ്യൻ എഴുന്നേറ്റു. യെശയ്യാവ്
സ്തോത്രം. പ്രഗത്ഭനായ ഒരു നേതാവാ മരിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ 2 തലവും പറയുവാണ്. ഒരിടത്ത് പ്രൈസ് ദി ലോർഡ് നേതാക്കന്മാരില്ലായിരുന്നു, ഒരിടത്ത് നല്ല നേതാവ് ഉണ്ടായിരുന്നു, മരിച്ചു. പുള്ളിയുടെ വീഴ്ച കാണാ മരിച്ചത്. അവിടെ യെശയ്യാവിനോട് ഇടപെടുക ദൈവം. പ്രഗത്ഭനായ നേതാക്കന്മാർ മരിക്കുമ്പോൾ സ്തോത്രം, യെശയ്യാവേ, നീ ഹൃദയത്തിൽ ഒരു കാര്യം അരക്കെട്ട് ഉറപ്പിച്ചോണം. ഉയർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവനുണ്ട്. നേതാക്കന്മാര് മരിക്കുമ്പോൾ പ്രവൃത്തി തീരുകയില്ല, ദൈവപ്രവൃത്തി വീണ്ടും തുടരും. ദൈവപ്രവൃത്തി വീണ്ടും തുടരും. ഒരു മോശ കഴിഞ്ഞ് ഒരു യോശിയെ ദൈവം എഴുന്നേൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നേതാക്കന്മാര് മരിച്ചാലും ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം തുടരും, ദൈവം തുടരും, ദൈവം തുടരും. അതുകൊണ്ട് കാലഘട്ടത്തെ വിവേചിച്ച് ഒരുവൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റപ്പോൾ അവന്റെ മേൽ ഒരു പുത്തൻ നിയോഗം വെളിപ്പെട്ടു. പുത്തൻ നിയോഗം. ഓ ജീസസ്, ഹല്ലേലൂയ. അവന്റെ ആദരത്തിൽ ഒരു തീക്കരൽ കൊണ്ട് ദൈവം വെച്ചു. പ്രവചനത്തിന്റെ തലം തന്നെ മാറി, ശുശ്രൂഷയുടെ തലം തന്നെ മാറി. പ്രൈസ് ദി ലോർഡ്. പിന്നെയാണ് രാജ്യങ്ങളോട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയത്. പ്രൈസ് ദി ലോർഡ്. പിന്നെയാണ് യേശുവിനെ പറ്റി പ്രവചിക്കാൻ തുടങ്ങി. എന്തോ അസാധാരണമായ പ്രവചനത്തിന്റെ തലം ആ മനുഷ്യനിൽ തുറന്നു വന്നെന്നറിയാമോ? എവിടെ? കാലഘട്ടത്തെ വിവേചിച്ചു. 2, നിർമ്മതരായിരിക്കണം. നിർമ്മതർ, സോബർ മൈൻഡഡ്. നമ്മളെയും വിവേചിക്കണം. കാലഘട്ടത്തെ മാത്രം വിവേചിച്ചാ പോരാ, നമ്മളെയും വ്യക്തിപരമായി വിവേചിക്കണം. സ്തോത്രം. നമ്മുടെ ആത്മീകത എത്രയുണ്ട്, നമ്മുടെ ശുഷ്കാന്തി എത്രയുണ്ട്, നമ്മൾ നമ്മുടെ മക്കളെ എത്രത്തോളം എത്തിച്ചു. സ്തോത്രം. നമ്മുടെ പണ ഇടപാട് എങ്ങനെയുണ്ട്, ദൈവരാജ്യത്തോടുള്ള നമ്മുടെ മനോഭാവം യേശുവിന്റെ മനോഭാവം പോലെയാണോ? സ്തോത്രം. ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ, സ്തോത്രം, ദൈവം നൽകുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടല്ല എന്നെ വിവേചിക്കേണ്ടത്. ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഇരുന്നുകൊണ്ട് വേണം എന്നെ വിവേചിക്കാൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മറ്റുള്ള മനുഷ്യന്റെ വെളിച്ചത്തിൽ എന്നെ വിവേചിച്ചാൽ എനിക്ക് എന്നിലുള്ള കുറവുകൾ കണ്ടെത്താൻ പറ്റത്തില്ല. പക്ഷെ യേശുവിന്റെ പരിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നെ വിവേചിച്ചാൽ, പ്രൈസ് ദി ലോർഡ്, നല്ല വെള്ളം തെളിഞ്ഞു വരുന്നത് പോലെ എന്റെ അശുദ്ധി എനിക്ക് കാണാൻ പറ്റും. പ്രവചിച്ച യെശയ്യാവ് പറയുക, അശുദ്ധമായ നാവുള്ള അയ്യോ കഷ്ടം, എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്രം. കാരണം എന്താ? ദൈവത്തെ കണ്ടപ്പോൾ, യേശുവിന്റെ മഹത്വത്തെ കണ്ടപ്പോൾ, യോഹന്നാൻ അതാ പറയുന്നത്, യെശയ്യാവ് കണ്ടേ യേശുവിന്റെ മഹത്വത്തെയാണ്. സ്തോത്രം. യേശുവിന്റെ മഹത്വത്തെ കണ്ടപ്പോൾ യെശയ്യാവിന് മനസ്സിലായി, സ്തോത്രം, എന്റെ ആദരത്തിൽ അപാകതകളുണ്ട്, എന്റെ ശുശ്രൂഷകളിൽ പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. സ്വയത്തെ വിവേചിച്ചു. പ്രാർത്ഥന മൂർച്ചയാക്കണമെങ്കിൽ കാലഘട്ടത്തെ വിവേചിക്കണം. 2, സ്വയത്തെ വിവേചിക്കണം. അങ്ങനെ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ സകലത്തിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. സുബോധമുള്ളവരായി, നിർമ്മതരായി, ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉണരുക, ഉണരുക. യേശു ക്രിസ്തു നമ്മുടെ മേൽ ശോഭിക്കുന്നു. ഉണരുക, ഉണരുക. ഉണർവിന്റെ കാലമാണ്. ദൈവം ജനത്തെ ഉണർത്തുന്ന ഒരു കാലമാണ്. ഇടിഞ്ഞു കിടക്കുന്ന മതിലുകളെ പണിയുന്ന ഒരു കാലമാണ്. ചെതറിപ്പോയ വിശുദ്ധന്മാരെ മടക്കിക്കൊണ്ടിരുന്ന ഒരു കാലമാണ്. പിന്മാറ്റത്തിൽ പോയ അനേകരെ അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിക്കുന്ന ഒരു കാലമാണ് കേട്ടോ. വഴങ്ങാത്തവരെ നീതിമാന്റെ ബോധത്തിലേക്ക് തിരിക്കുന്ന ഒരു കാലമാണ്. മലാക്കി 4 വായിക്കണം. ആ അവസാനത്തെ ദിനം വരുന്നതിന് മുമ്പ് നടക്കാൻ പോകുന്ന കാര്യമാ പറയുന്നത്. സ്തോത്രം. ഇത് നടന്ന് കഴിയുമ്പോഴാണ് കാഹളം ധ്വനിക്കുന്നത്. അതുകൊണ്ട് കാഹളം ധ്വനിക്കാൻ പോവാണ്. കാലഘട്ടം തിരിച്ചറിയുക. പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്ക് തിരിയുന്ന ഒരു പ്രവചന ശബ്ദം എഴുന്നേൽക്കണം. ദൈവത്തിങ്കിലേക്ക് ജനത്തെ നയിക്കുന്ന
സമൂഹത്തിലെ വിശുദ്ധന്മാരെ ദൈവത്തിലേക്കുള്ള സമർപ്പണത്തിലേക്ക്, ആ ആദ്യകാല അനുഭവത്തിലേക്ക്, ആ യഥാസ്ഥാപനത്തിലേക്ക് നയിക്കുന്ന ചിലവരെ എഴുന്നേൽപ്പിക്കുവാൻ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. കാലഘട്ടത്തെ തിരിച്ചറിയുക, കാലഘട്ടത്തെ തിരിച്ചറിയുക. സ്തോത്രം. നമ്മളെ തിരിച്ചറിയുക. നമുക്കൊരു ദൗത്യമുണ്ട്. സ്തോത്രം. ചിലപ്പോ നിങ്ങൾ അമേരിക്ക പോകത്തില്ലായിരിക്കും, പക്ഷെ അമേരിക്ക പോകുന്ന 5 പാസ്റ്റർമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ചിലപ്പോ നിങ്ങൾ നോർത്ത് ഇന്ത്യ പോകത്തില്ലായിരിക്കും, പക്ഷെ നോർത്ത് ഇന്ത്യ പോകുന്ന അനേകർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരാണ്. പക്ഷെ അടുത്ത തലത്തെ ആത്മാവ് തുറന്നു കാണിക്കാൻ പോവാണ്. ദേശങ്ങളെ പറ്റി ദൈവം വ്യക്തമായിട്ട് ഇടപെടും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുവാണ്, പേരെഴുതി കാണിക്കും നിങ്ങളെ. ചില ദേശങ്ങളെ പറ്റി, ചില വ്യക്തികളെ പറ്റി പേരെഴുതി കാണിക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ തലത്തെ ദൈവം തുറക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടട്ടെ, പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. സകലത്തിന്റെ അവസാനം സമീപിച്ചിരിക്കുക. യേശു മടങ്ങി വരാറായി. രാജാധിരാജൻ മടങ്ങി വരാറായി. തന്റെ ശോഭയോടെ, തന്റെ പ്രഭയോടെ അവൻ മടങ്ങി വരും. ലോകം വിറയ്ക്കും, ലോകം ഭ്രമിക്കും. ഞാൻ ആർത്തിടണമെങ്കിൽ ഞാൻ സുബോധത്തോടെ നിർമ്മതനായി പ്രാർത്ഥനയോട് ഉത്തിരിക്കണം, കാത്തിരിക്കണം. വിശ്വാസം അവൻ എന്നിൽ കണ്ടെത്തണം. മണവാട്ടിയായി ഞാൻ ഒരുങ്ങിയിരിക്കണം. അവന്റെ വരവിനായി ഞാൻ കാത്തിരിക്കണം. അവന്റെ ദൗത്യത്തെ ചെയ്യുവാൻ വേണ്ടി ഞാൻ ഉണർന്നിരിക്കണം. എന്റെ അകത്ത് അവന്റെ ദൗത്യം ചെയ്യുവാനുള്ള ആവേശം നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കണം. എന്റെ വിളക്കിൽ എണ്ണ കാണണം, എന്റെ വിളക്കിൽ എണ്ണ കാണണം, അഭിഷേകം കാണണം. അവന്റെ ദൗത്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക അഭിഷേകം ഈ കാലഘട്ടത്തിൽ എന്നിൽ കാണണം. ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഒരു പ്രത്യേക ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പകരുകയാണ്. ചിലരുടെ മേൽ പ്രത്യേക നിയോഗം പകരുവാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥനയുടെ അടുത്ത തലത്തിലേക്ക് നീങ്ങുവാൻ വേണ്ടി സമർപ്പിക്കപ്പെട്ട വിശുദ്ധന്മാരെ, ദൈവജനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. റൂബല രഗൽമന വൈഡമന ഹസ്മന രഗൽത്തന. പ്രിയ ആനി രജി ആന്റിയോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നു. കഴുകുമരം ഹാമാൻ ഒരുക്കി മൊർദെഖായിക്ക് വേണ്ടി. എന്തിന്? ദൈവജനത്തിന്റെ അടുത്ത തലത്തെ തുറക്കാൻ വേണ്ടി. ഒരു മൊർദെഖായി എഴുന്നേറ്റോണ്ട് ഹാമാൻ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ചില കഴുകുമരം നിനക്ക് വിരോധമായി ശത്രു ഒരുക്കുന്നുണ്ട്. ആത്മാവിൽ ഇന്ന് കണ്ടുണർന്ന് നീ പ്രാർത്ഥിച്ചാൽ മതി, ഉപസിച്ചാൽ മതി. കഴുകുമരത്തെ ദൈവം മാറ്റും. ദൈവം എഴുതപ്പെട്ട ചില രേഖകളെ മാറ്റും. ആത്മാവ് വളരെ വ്യക്തമായിട്ട് പ്രിയ ആനി രജി സഹോദരിയോട് ഇടപെടുകയാണ്. ആ അനുഭവങ്ങളെ മാറ്റിക്കൊണ്ട് മൊർദെഖായി, നീ കഴുകുമരത്തിൽ തൂങ്ങി മരിക്കാൻ വേണ്ടിയല്ല, നീ കഴുകുമരത്തിൽ തീരേണ്ടിയവനല്ല മൊർദെഖായി. നീ ജനത്തിന് വേണ്ടി എഴുന്നേറ്റവനാണ്. നീ ദൈവജനത്തിന് വേണ്ടി എഴുന്നേറ്റ കാലഘട്ടത്തിലെ ഒരു മനുഷ്യനാണ്. നിന്നെ ദൈവം കൈവിടുകയില്ല. ശബന രഗത റിഗത ചിടന വനത. നീതി പ്രവർത്തികളെ മറന്നു കളയാത്തൊരു ദൈവമാണ്. കഴുകുമരങ്ങളെ അനുഗ്രഹമാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ആനിയാന്റിയുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ശമന രഗതന ചുടബല റിഗതന ധുരമന ദീപര ശന്ധന രഗൽഖന. യേശുവിന്റെ നാമത്തിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഇടത്ത് കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. രോഗാത്മാക്കൾ ശരീരത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പ്രാർത്ഥിക്കുവാൻ പറ്റാതെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന, ശുശ്രൂഷ ചെയ്യാൻ പറ്റാതെ ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന എല്ലാ രോഗവ്യാപാരങ്ങൾ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി വിട്ടുപോകട്ടെ. ശരിക്കായിട്ട് ഉറങ്ങാൻ പറ്റാതെ ഉറക്കത്തിൽ അസ്വസ്ഥമാക്കി ഉറക്കത്തെ കെടുത്തിക്കളയുന്ന അനുഭവങ്ങൾ യേശുവിന്റെ നാമത്തിൽ, in the mighty name of Jesus. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസനായി പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കൃപ അങ്ങയുടെ ജനത്തിന്റെ മേൽ വീണ്ടും പകരണം. അടിയനെ ക്രൂശിന്റെ മറവിൽ സമർപ്പിക്കുന്നു. മാനവും മഹത്വവും അങ്ങേക്ക് നൽകുന്നു. പ്രാർത്ഥിക്കുന്ന വിശുദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. കാലഘട്ടത്തെ ചലിപ്പിക്കുന്ന അഭിഷക്തന്മാർ എഴുന്നേൽക്കട്ടെ. അഭിഷക്തകൾ എഴുന്നേൽക്കട്ടെ. സകലവരെയും തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും.
മാനവും മാത്രം അങ്ങേക്ക് നൽകുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. ഈ നല്ല അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോസ് പാസ്റ്ററിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായി പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിച്ചല്ലോ. നമ്മൾ ശരിയായ ട്രാക്കിലാണ് പോകുന്നത്. രക്ഷയുടെ വലിപ്പവും മഹത്വവും നമുക്ക് തിരിച്ചറിയാം. നമുക്ക് ഉള്ള കഷ്ടതകൾ നമ്മെ തകർക്കാനല്ല, പണിയാനാണ്. സ്വതന്ത്രം. അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരായിരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. സ്വതന്ത്രം. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയ അബ്രഹാം ചാൻ ചുരുക്കമായി പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം കർത്താവേ, പ്രകാരം ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾക്ക് ഒന്നിച്ചു കടന്നു വരുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ സ്വർഗമേ അങ്ങ് മുഖാന്തരങ്ങൾ ഒരുക്കി തന്നതിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹല്ലേലൂയ. പ്രത്യേകിച്ച് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ തക്കണം അഭിഷിക്തനെ അങ്ങ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനായ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന സമയം മുതൽ അങ്ങയുടെ തിരുസ്ഥാനത്തിനും മറവ് ഞങ്ങളെ ഇരുത്തില്ല. കർത്താവേ, പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തൻ്റെ മകനെ കുടുംബമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹാല്യ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ദൂത് ഹാല്യ എന്ന് ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ കുറവുകളെ ഹാല്യ കണ്ടുപിടിക്കുവാൻ, ഹാലലുയ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അവസ്ഥകളെ അറിഞ്ഞ് ഹാല്യ ഞങ്ങളോട് സംസാരിക്കുവാൻ തൻ്റെ വൃത്തനിൽ കൂടി ഞങ്ങളോട് ഇടപെട്ടതിനായ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഹാലലുയ. ഈ നാളുകളിൽ ഹാലലുയ ഞങ്ങൾക്ക് വരുന്ന കർത്താവേ, ഹാലലുയ, കഷ്ടതകൾ ഹാലലുയ വരുമ്പോൾ ഹാലലുയ ആ രക്ഷയെ ഓർക്കുവാൻ ഹാലലുയ ഞങ്ങൾക്ക് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടത അനുഗ്രഹത്തിനാണല്ലോ കർത്താവേ, ഹാലലുയ. കഷ്ടത ഹാലലുയ രക്ഷയ്ക്കാണല്ലോ. ഹാലലുയ. കഷ്ടത അനുഗ്രഹത്തിനുള്ള ടൂളാണല്ലോ കർത്താവേ, ഹാലലുയ. ശുദ്ധീകരണത്തിനുള്ള ഒരു ഉപകരണമാണല്ലോ ഹാലലുയ. കഷ്ടത ഒരു ആയുധമാണല്ലോ കർത്താവേ, ഹാലലുയ. ഏറ്റവും ഒടുവിലായി ഞങ്ങളോട് കേൾപ്പിച്ചത് കർത്താവേ, ഹാല്യ, പ്രാർത്ഥനയ്ക്ക് ഹാല്യ സുബോധമുള്ളവരും ഹാല്യ നിർമ്മതരുമായിരിക്കണമെന്ന് കാലഘട്ടത്തെ അറിഞ്ഞ് ഹാല്യ ഈ നാടുകളിൽ പ്രാർത്ഥനയ്ക്ക് ഞങ്ങളുടെ ശക്തി കൂട്ടുവാൻ സ്വർഗം ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. ഹാല്യ സ്വയം ഹാല്യ ഞങ്ങൾ വിവേചിക്കുന്നവരായി തീരുവാൻ സ്വർഗം ഇടയാക്കി തീർക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ യേശു ക്രിസ്തുവിനെ ഹാല്യ മുൻപിൽ കണ്ടുകൊണ്ട് യേശു ക്രിസ്തു സഹിച്ച ഹാല്യ ആ കഷ്ടതയെ ഓർത്തുകൊണ്ട് ഹാല്യ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ ഹാല്യ പ്രാർത്ഥനാ ജീവിതം പുതുക്കപ്പെടുവാൻ സ്വർഗമേ ഇടയാക്കിയിട്ടുമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യശയാവിൽ കൂടി ഹാല്യ മോശയുടെ അനുഭവത്തിൽ കൂടി എല്ലാം ഞങ്ങളോട് ഹാല്യ ഇടപെട്ടല്ലോ കർത്താവേ. ഈ നാളിൽ ഞങ്ങളുള്ള കുറവുകളെ കണ്ടുണർന്ന് ഹാല്യ ഒരു ശുദ്ധീകരണം പ്രാപിച്ച് പ്രാർത്ഥനയുടെ ഹാല്യ ശക്തി കൂട്ടുവാൻ ഹാല്യ കാലഘട്ടത്തെ അറിഞ്ഞ് ഹാല്യ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ഹാല്യ ശക്തി ഒന്നുകൂടെ കൂട്ടുവാൻ സ്വർഗമേ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാല്യ അതിനായി ഞങ്ങളെ തന്നെ താഴ്ത്തുന്ന കർത്താവേ, വചനം ശുശ്രൂഷിക്കുവാൻ നിന്റെ മകനെ ശക്തിയേറ്റല്ലോ. വരും കാലങ്ങളിൽ ഹാല്യ വരും ദിവസങ്ങളിൽ നിന്റെ മകനെ വീണ്ടും ശക്തിയായിട്ട് എടുത്തു വേക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാല്യ ഇന്ന് മീറ്റിംഗ് സംബന്ധിച്ച് ഓരോരുത്തരെയും പേരുപേരായി വ്യക്തിപരമായി കുടുംബമായി തിരിച്ചിലേക്കായിരുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവസ്ഥകൾ അറിഞ്ഞ് അങ്ങ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരെങ്കിലും രോഗികളായി ഭാരപ്പെടുന്നെങ്കിൽ അങ്ങയുടെ പിടിപ്പിക്കുന്ന കരം അത്ഭുതത്തിന്റെ കരം അദൃശ്യമായ കരം കിട്ടണമേ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ അങ്ങ് കേട്ടനായ സ്തോത്രം, മറുപടികളെ കൽപ്പിച്ചിരിക്കാനും സ്തോത്രം. സാലു യേശു ക്രിസ്തുവിൻ തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനാൽ നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. പിതൃപുത്ര പരിശുദ്ധാത്മാവാം ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മോടുകൂടെ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടുകൂടെയും ശേഷാൽ ദൈവത്തിനോ ഐശ്വര്യമായി ശുശ്രൂഷ കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടു കൂടെ കടന്നു വന്ന എല്ലാ ദൈവമക്കളോടുകൂടെ ഇപ്പോഴും നീക്കുണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്ര. ഈ ആഴ്ചയിൽ ഞാൻ ചില യാത്രകളിലായിരിക്കും. പ്രത്യേകം ഓർക്കുക, അടുത്ത ദൈവം അനുവദിച്ചാൽ അടുത്ത തിങ്കളാഴ്ച നമുക്ക് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ യാത്രയെ ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മുടങ്ങാതെ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാനും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ ഷോൺ പാസ്റ്ററോടുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങൾ അറിയിക്കുന്നു. ഐശ്വര്യമായി കർത്താവിൻ്റെ ദാസൻ അതിനെ ശുശ്രൂഷിച്ചല്ലോ. കഷ്ടത നമ്മളെ തകർക്കാനല്ല, പണിയാനാണ്. പ്രാർത്ഥനയുടെ ഒരു അടുത്ത തലം ഈ ദിവസങ്ങൾ വെളിപ്പെടണം. ശുശ്രൂഷയുടെ ഒരു അടുത്ത തലം എല്ലാവരും ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കയറണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.